Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി. പൊന്നാനിയിൽ പൊതുസ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ലീഗ് നേതാവ് KS ഹംസയാണ് CPM പട്ടികയിലെ അപ്രതീക്ഷിത സാന്നിധ്യം. എറണാകുളത്ത് അധ്യാപക സംഘടനാ നേതാവ് KJ ഷൈനാണ് സ്ഥാനാർത്ഥി. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും യുവരക്തമായി പട്ടികയിലുണ്ട്. ഒരു മന്ത്രി, ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, 3 MLA മാർ, 3 ജില്ലാ സെക്രട്ടറിമാർ, 2 വനിതകൾ, ഒരു യുവജന നേതാവ്, ഒരു പൊതുസ്വതന്ത്രൻ എന്നിങ്ങനെ ജനപ്രിയതയും പരിചയസമ്പത്തുമെല്ലാം ചേരുന്ന സന്തുലിത സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് CPM സംസ്ഥാന കമ്മിറ്റി രൂപം നൽകിയിരിക്കുന്നത്. മന്ത്രിസഭയിൽ നിന്ന് ജനകീയ മന്ത്രി K രാധാകൃഷ്ണൻ മത്സരരംഗത്തിറങ്ങും. ആലത്തൂർ സീറ്റ് തിരിച്ചുപിടിക്കുകയാണ് K രാധാകൃഷ്ണന്റെ ദൗത്യം. പാർട്ടിയുടെ മറ്റ് 2 ജനപ്രിയ മുഖങ്ങളായ KK ശൈലജ വടകരയിലും ഡോക്ടർ TM തോമസ് ഐസക് പത്തനംതിട്ടയിലും ജനവിധി തേടും. CITU നേതാവും രാജ്യസഭാംഗവുമായ എളമനം കരീം കോഴിക്കോട് സീറ്റിൽ നിന്നാണ് മത്സരിക്കുക. പോളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവൻ പഴയ തട്ടകമായ പാലക്കാട് സീറ്റിലേക്ക് വീണ്ടും എത്തും. 1989 പാലക്കാടിൽ നിന്ന് ലോക്സഭയിലെത്തിയ നേതാവാണ് A വിജയരാഘവൻ. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണ മാസ്റ്റർ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും MLA-യുമായ V ജോയ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും. ആലപ്പുഴ സീറ്റിൽ സിറ്റിംഗ് MP AM ആരിഫിന് വീണ്ടും സീറ്റ് നൽകി. ഇടുക്കിയിൽ ജോയ്സ് ജോർജിനാണ് സീറ്റ്. 3ാം തവണയാണ് ജോയ്സ് ഇടുക്കിയിലെ CPM സ്ഥാനാർത്ഥിയാകുന്നത്. ചാലക്കുടിയിൽ മുൻമന്ത്രി C രവീന്ദ്രനാഥും കൊല്ലത്ത് M മുകേഷ് MLA-യും മത്സരിക്കും. പൊന്നാനിയിൽ രാഷ്ട്രീയ പരീക്ഷണത്തിന് ഉതകുന്ന സ്ഥാനാർത്ഥിയാണ് ഇത്തവണ നിയോഗിച്ചിരിക്കുന്നത്. ലീഗിൽ നിന്ന് നടപടി നേരിട്ട് പുറത്തായ KS ഹംസ പൊതുസ്വതന്ത്രനായി പൊന്നാനിയിൽ മത്സരിക്കും. സമസ്തയുടെ നേതാവ് കൂടിയാണ് ഹംസ. KS ഹംസയുടെ കടന്നുവരവോടെ പൊന്നാനിയിലേക്ക് പരിഗണിച്ചിരുന്ന DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് മലപ്പുറം മണ്ഡലത്തിലേക്ക് മാറി. എറണാകുളം മണ്ഡലത്തിൽ പുതുമുഖമായ KJ ഷൈനാണ് CPM സ്ഥാനാർത്ഥി. പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായ ഷൈൻ അധ്യാപക സംഘടനാ നേതാവാണ്. സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ ചർച്ച ചെയ്യും. അതിനുശേഷം കേന്ദ്ര നേതൃത്വത്തിന്റെ അംഗീകാരത്തോടെ 27-ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. റിപ്പോർട്ടർ R ശ്രീജിത്തിൻ, റിപ്പോർട്ടർ, തിരുവനന്തപുരം. ചോദ്യം ഇതാണ്: സീറ്റ് കൂട്ടുമോ സ്ക്വാഡ്? ഉണ്ണി ബാലകൃഷ്ണൻ, ഇനിയിപ്പോൾ CPM-ന്റെ 15 സ്ഥാനാർത്ഥികളുടെയും ചിത്രം തെളിഞ്ഞു. അതെ, നമുക്ക് സംശയം ഉണ്ടായിരുന്നത് എറണാകുളത്ത് ആര് വരും എന്നുള്ളതാണ്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ്. ഞാൻ കേട്ടിട്ടില്ല KJ ഷൈനെ, പക്ഷേ KJ ഷൈൻ KST-യിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് DYFI നേതാവ് വസീഫിൻ്റെ പേര് കേട്ടതാണ്. പക്ഷെ മലപ്പുറത്തും പൊന്നാനിയിലും ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി KS ഹംസ. സ്ക്വാഡ് സീറ്റ് കൂട്ടുമോ? അതെ, ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് രംഗത്തിറക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക തന്നെയാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചത്. ഒരു സംശയം അക്കാര്യത്തിനകത്ത് വേണ്ട. കാരണം 2019-ലെ 19-1 എന്ന് പറയുന്ന തോൽവിയിൽ നിന്ന് കരകയറേണ്ടത് ആ ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളാൽ പ്രധാനമാണ്. ഇപ്പോൾ 2019-ലും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് അന്ന് CPM രംഗത്തിറക്കിയത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഇപ്രാവശ്യം 3 ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 3 ജില്ലാ സെക്രട്ടറിമാർ മത്സരിച്ചിരുന്നു അല്ലേ. P രാജീവ് എറണാകുളത്ത് മത്സരിച്ചു, VN വാസവൻ കോട്ടയത്ത് മത്സരിച്ചു, KN ബാലഗോപാൽ കൊല്ലത്ത് മത്സരിച്ചു. നല്ല സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു. P ജയരാജൻ കണ്ണൂർ മത്സരിച്ചു. അതേപോലെ വീണ ജോർജ് ആയിരുന്നു പത്തനംതിട്ടയിൽ മത്സരിച്ചത്. PK ശ്രീമതിയാണ് കണ്ണൂർ മത്സരിച്ചത്. ആ നിലയ്ക്ക് പ്രദീപ് കുമാർ നല്ല സ്ഥാനാർത്ഥിയാണ്, ഒരു സംശയവും വേണ്ട. കോഴിക്കോട് സമ്പത്ത് തോറ്റുപോയെങ്കിലും ആറ്റിങ്ങലിലെ മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ് സമ്പത്ത്. അപ്പോൾ ആ നിലയ്ക്ക് അതിശക്തന്മാരെ തന്നെയാണ് 2019-ലും CPM രംഗത്തിറക്കിയത്. അതുപോലെ തന്നെ അതിന് സമാനമായ എന്നാൽ ഒരുപക്ഷെ അല്പം കൂടി സീനിയറായ നേതാക്കൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഇപ്രാവശ്യം സ്ഥാനാർത്ഥി പട്ടിക CPM പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ പോകുന്നു. അക്കാര്യത്തിന് സംശയങ്ങളില്ല. പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക 2019-ലും പ്രധാനമായിരുന്നു, 2024-ലും പ്രധാനമാണ് എന്നിരിക്കെ രാഷ്ട്രീയ സാഹചര്യം CPM-ന് ഇടതുപക്ഷത്തിന് കേരളത്തിൽ അനുകൂലമാണോ അല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ 2004-ൽ ഇന്ത്യ മുഴുവനും വാജ്പേയി ഗവൺമെൻറ്റിനെതിരായി കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ വലിയ വിജയമാണ് CPM ഉണ്ടാക്കിയത്, ഇടതുപക്ഷം ഉണ്ടാക്കിയത്. കോൺഗ്രസ് അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. 18-2 അല്ലേ അന്ന് സീറ്റ് നില എന്ന് പറയുന്നത്. 18 സീറ്റുകളുമായി CPM വലിയ നേട്ടം 2004-ൽ ഉണ്ടാക്കി. എന്തുകൊണ്ടാണ് 2004-ൽ ഇന്ത്യ മുഴുവൻ കോൺഗ്രസിന് അനുകൂലമായി ചിന്തിച്ചപ്പോൾ കേരളത്തിലെ ആളുകൾ ഇടതുപക്ഷത്തിനൊപ്പം നിന്നത്? ഒറ്റ കാരണമാണ്, ആൻറ്റി ഇൻകംബൻസിയാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് 2002 മുതൽ ഈ മതികെട്ടാൻ മലയടക്കമുള്ള വിഷയങ്ങൾ എടുത്തുകൊണ്ട് VS അച്യുതാനന്ദൻ്റെ ഒരു പ്രവർത്തനം, അതേപോലെ ഐസ്ക്രീം പാർലർ കേസ് അടക്കമുള്ള വിഷയങ്ങളിൽ CPM എടുത്തിട്ടുള്ള നിലപാട്, ആ നിലപാടുകളെല്ലാം വലിയ
പിന്നെ തരംഗമാണ് കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 2004 ആ പരാജയത്തെ തുടർന്ന് എ കെ ആന്റണി രാജിവെക്കാൻ സന്നദ്ധനാകുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് എ കെ ആന്റണി രാജിവെക്കുന്നത്? എ കെ ആന്റണി രാജിവെക്കുന്നത് ഇത് ആൻറ്റി ഇൻകംബൻസിയാണ്. അന്ന് മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി. ആന്റണിക്ക് കൃത്യമായി മനസ്സിലായി ഇത് ആൻറ്റി ഇൻകംബൻസിയാണ്, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണ് എന്നുള്ളത്. അപ്പോൾ അത്തരം വികാരങ്ങൾ വോട്ടിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ 2019 നമ്മളെപ്പോഴും പറയും വളരെ പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ സംഭവങ്ങൾ കേരളത്തെ സ്വാധീനിച്ചു. ഒന്ന് സ്വാഭാവികമായും വയനാട്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ളത്, രണ്ടാമത് ശബരിമല തരംഗം. ഈ 2 വിഷയങ്ങളും കൂടി ചേർന്ന് അനുകൂലമായൊരു സാഹചര്യം 2019 ഉണ്ടായിരുന്നു കോൺഗ്രസിനെങ്കിൽ ഇക്കുറി കോൺഗ്രസിന് അനുകൂലമാകുന്നത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യത്തെ മറികടക്കാൻ ഈ പറയുന്ന സ്ഥാനാർത്ഥി ലിസ്റ്റിന് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് ആവർത്തിക്കുമെന്ന് വിചാരിക്കുന്നില്ല. 2019 ഒരു തനിയാവർത്തനം 2024 ഉണ്ടാകും എന്ന് വിചാരിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ഞാൻ കാണുന്നത് ചില കോൺഗ്രസ് എം പിമാർക്കെതിരായ ജനകീയ വികാരം തന്നെയാണ്. രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമായിരിക്കുന്നില്ല. ഘടകങ്ങൾ അത് 2019 ഒരു പ്രത്യേക തരത്തിലുള്ള 2 ഘടകങ്ങൾ പിന്നെ ആൻറ്റി സി പി എം ആയെങ്കിൽ ഇപ്രാവശ്യവും വിവിധ ഘടകങ്ങൾ ആൻറ്റി സി പി എം ആയിട്ടുള്ളൊരു വികാരം സംസ്ഥാനത്തുടനീളമുണ്ട്. ഇപ്പോൾ നമ്മുടെ സർവേ ഫലങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്കത് കാണാൻ കഴിയും. ഒരു സർക്കാർ വിരുദ്ധ തരംഗം വളരെ സ്ട്രോങ് ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. എന്നാൽ കോൺഗ്രസിന് വിനയാകാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ഇപ്പോൾ ആലത്തൂർ എന്ന് പറഞ്ഞ മണ്ഡലം എടുക്കുക. നവ്യ ഹരിദാസിനേക്കാളും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. രമ്യ ഹരിദാസിനേക്കാളും രമ്യ ഹരിദാസിനേക്കാളും മികച്ച സ്ഥാനാർത്ഥിയാണ് ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ എന്നുള്ള കാര്യത്തിൽ എന്താ സംശയം? അതുപോലെ മാവേലിക്കര മണ്ഡലം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷാണ് ഒരിക്കൽ കൂടി മത്സരിക്കുന്നത് എങ്കിൽ അവിടെ എത്രത്തോളം അവിടെ CPI സ്ഥാനാർത്ഥി ആരാണെന്ന് ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ 2004 ചെങ്ങറ സുരേന്ദ്രൻ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണത്. അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ ആരാണ് മത്സരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അങ്ങനെ ചില മണ്ഡലങ്ങളിൽ ഈ നിലവിലുള്ള എം പിമാർക്കെതിരായ വികാരം CPM അനുകൂലമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് ആദ്യഘട്ടത്തിൽ എൻ്റെ അഭിപ്രായം അവസാനിപ്പിക്കും. ഇപ്പോൾ 2004 ഒരു ഉദാഹരണമായിട്ട് ഞാൻ എടുക്കുന്നത് 2004 വിജയിച്ചു വന്ന ആളുകളുടെ പേരൊക്കെ എടുത്ത് നോക്കി. ഇപ്പോൾ വലിയൊരു തരംഗത്തിലാണ് വിജയിച്ചത്. ഇപ്പോൾ കൊല്ലത്ത് P രാജേന്ദ്രൻ വിജയിക്കുന്നു, ചെങ്ങറ സുരേന്ദ്രൻ മാവേലിക്കരയിൽ വിജയിക്കുന്നു, അല്ലെ അങ്ങനെയുള്ള വളരെ പിന്നെ എന്താ പറയുക സാധാരണക്കാരായിട്ടുള്ള അബ്ദുള്ള കുട്ടി പിന്നെ കണ്ണൂർ CS സുജാത വിജയിക്കുന്നു, സുരേഷ് കുറുപ്പ്, സതീദേവി, അജയകുമാർ ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. അപ്പോൾ വലിയ പ്രമുഖരാണെന്ന് പറയാൻ ഇല്ലാത്ത പിന്നെ സ്ഥാനാർത്ഥികളായിരുന്നു. പക്ഷേ ഒരു ഒറ്റ തരംഗത്തിൽ 2004 തൂത്തുവാരി ഈ പറയുന്ന ആളുകൾ വിജയിക്കുകയാണ്. 2019 വലിയ പ്രധാനികളെ ഇറക്കിയിട്ട് ഒരു തരംഗത്തിൽ UDF വിജയിക്കുകയാണ്. 2024 വീണ്ടും ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള വളരെ പ്രമുഖരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കുമ്പോൾ CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഉദ്ദേശം പരമാവധി സീറ്റുകൾ കൈക്കലാക്കുക എന്നുള്ളത് തന്നെയാണെങ്കിൽ കൂടിയും 2019 സമാനമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. 2024 അത് ആൻറ്റി ഗവൺമെൻറ്റിൻ്റെ ഒരു വികാരമാണ്. ആൻറ്റി ഇൻകംബൻസി വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് ചെറിയ ഒരു വ്യത്യാസം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ കഴിയും. അതുതന്നെ ഈ പറയുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരായ വികാരം കൊണ്ടുണ്ടാകാവുന്ന ഒരു വിജയമോ ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് CPMനോ ഇടതുപക്ഷത്തിനോ 24 നടക്കാനിരിക്കുന്ന അടുത്ത 2 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സീറ്റ് കൂട്ടുമോ എന്ന് ചോദിച്ചാൽ സീറ്റ് കൂട്ടും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ സർവേയും ആ രൂപത്തിലാണല്ലോ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ഒരു വികാരമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ പലതവണ MP-മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ തുടർച്ചയായി ഒരേ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നവരോടുള്ള വിരക്തിയും ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു മാവേലിക്കര, പത്തനംതിട്ട, അവിടെ പത്തനംതിട്ടയിലൊക്കെ പാർട്ടി പ്രവർത്തകർക്ക് തന്നെ അല്ലെങ്കിൽ നേതാക്കൾക്ക് ചിലർക്ക് ഉള്ള എതിർവികാരം അതൊക്കെ അവിടെ ഒരു പ്രധാന ഘടകമായിട്ടുണ്ട്. അപ്പോൾ അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതേണ്ടി വരും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി ഇപ്പോൾ 2 മുന്നണിയെ സംബന്ധിച്ചാണെങ്കിലും വിജയിക്കുക എന്നുള്ളത് ജീവൻ മരണ പോരാട്ടമാണ്. CPMനെ സംബന്ധിച്ചും ആ പാർട്ടിയെ ദേശീയ തലത്തിൽ നിലനിർത്താൻ വേണ്ടി ഒരു വിജയം ആവശ്യമാണ്. അപ്പോൾ ഏറ്റവും വലിയ സർപ്രൈസ് ഏതായാലും പൊന്നാനിയിൽ സ്ഥാനാർത്ഥി തന്നെയാണ് KS ഹംസ. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ മുൻ സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ മാത്രമല്ല സമസ്തയിൽ നല്ല സ്വാധീനമുള്ള, നമ്മൾ നേരത്തെയും കേട്ടിരുന്നു പൊന്നാനിയിൽ ഒരുപക്ഷെ സമസ്തയിൽ സ്വാധീനമുള്ള ആൾ വരും. ഇപ്പോൾ KT ജലീലിൻ്റെ ചർച്ചകൾക്ക് ശേഷമൊക്കെ കൊണ്ടുവന്ന ഒരാളാകാം ഒരുപക്ഷെ. അദ്ദേഹം സമസ്തയിൽ വലിയ സ്വാധീനമുള്ള സാമുദായിക നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ട്രസ്റ്റിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ശൃംഖല തന്നെയുണ്ട് എന്ന് പറയുമ്പോൾ സമ്പന്നമാണ്. അപ്പോൾ കുറേ പേരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. മാത്രമല്ല PK കുഞ്ഞാലിക്കുട്ടിയെ വിമർശിച്ചിട്ടാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് നേരത്തെ പുറത്തു പോയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ചൂണ്ടയാണ് എന്ന് തന്നെ കരുതേണ്ടി വരും. മുൻ ലീഗുകാരെ രംഗത്തിറക്കി വിജയിച്ച ഒരു മാതൃക നേരത്തെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി പൊന്നാനിയിലെ പരീക്ഷണം ഒരു നല്ല തന്ത്രമായിട്ട് തന്നെ കാണേണ്ടി വരും.
പിന്നെ ആലത്തൂർ നേരത്തെ പറഞ്ഞതുപോലെ ആലത്തൂരിലും ഒരു ശക്തമായ മത്സരം രാധാകൃഷ്ണൻ എത്തുകയാണെങ്കിൽ ഉണ്ടാകും എന്നുള്ളൊരു വികാരം ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം നേരത്തെ താല്പര്യമില്ല എന്ന് അറിയിച്ചെങ്കിലും പക്ഷേ ഒരു ശക്തമായ മത്സരം അവിടെ വേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഇനിയിപ്പോൾ രമ്യ ഹരിദാസും രാധാകൃഷ്ണൻ തമ്മിലുള്ള മത്സരമാകുമ്പോൾ അവിടെ തീ പാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് അത്യാവശ്യമാണെന്നുള്ളതുകൊണ്ടാണല്ലോ ഒരു മന്ത്രിയെ തന്നെ ഇറക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് അവർ പോകുന്നത്. അതൊന്ന്. ഇനി പാലക്കാട്ട് എ വിജയരാഘവനാണ് വി കെ ശ്രീകണ്ഠന് പറ്റിയ എതിരാളിയായി വന്നിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വലിയ സാധ്യതയിൽ 20-ാം സ്ഥാനത്തായിരുന്നു ശ്രീകണ്ഠൻ ഉണ്ടായിരുന്നത്. പക്ഷേ ശ്രീകണ്ഠൻ ജയിച്ചു. അന്നത്തെ ശ്രീകണ്ഠൻ അല്ല ഇന്ന് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അദ്ദേഹം കുറച്ചുകൂടി നല്ല സാന്നിധ്യമാണ്. അദ്ദേഹം കുറേ കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന രൂപത്തിൽ അവിടുത്തെ ജനവികാരം കുറച്ച് അദ്ദേഹത്തിനൊപ്പമാണ്. അപ്പോൾ അവിടെ ഏത് രൂപത്തിൽ അത് പ്രതിഫലിക്കും? അപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കളെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെ തന്നെ CPM പരീക്ഷിക്കുകയാണ്. പിന്നെ ചാലക്കുടിയിൽ C രവീന്ദ്രനാഥിനെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിത്വം എന്നത് അദ്ദേഹത്തിൻ്റെ മികവാണ്. ഇടതനുകൂല മണ്ഡലമല്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. എറണാകുളത്ത് സർപ്രൈസ് സ്ഥാനാർത്ഥി വരുന്നു, ഒരു വനിത വരുന്നു, ഒരു അധ്യാപികയാണ് അല്ലേ, അധ്യാപിക KSTA സംസ്ഥാന സമിതി അംഗമൊക്കെയാണ്. അത് ഉറപ്പില്ലാത്തൊരു മണ്ഡലത്തിൽ ഒരു സർപ്രൈസ് നൽകി ഒരു രാഷ്ട്രീയ കൗതുകം നൽകുക എന്നതിനപ്പുറം എന്തെങ്കിലും പ്രതീക്ഷ വെച്ചുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊന്ന്. ഇടുക്കിയിൽ ജോർജ് നല്ല സ്ഥാനാർത്ഥിയാണ്, നേരത്തെ മത്സരിച്ച് വിജയിച്ച അനുഭവമുണ്ട്. പക്ഷേ ഡീൻ കുര്യാക്കോസ് ഒട്ടും മോശമല്ല എന്ന് തെളിയിക്കുന്നുണ്ട്. നമ്മുടെ സർവേയിലും അദ്ദേഹത്തിന് അത്യാവശ്യം മേൽക്കൈയുണ്ട്. ആലപ്പുഴയിൽ CPMൻ്റെ കനൽത്തിരി, ഏക കനൽത്തിരിയാണല്ലോ. അപ്പുറത്ത് ആരാണ് എന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടി അറിഞ്ഞു കഴിഞ്ഞാലേ ആ മത്സരം എന്താകുമെന്ന് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം എത്രത്തോളം എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. പത്തനംതിട്ട നേരത്തെ പറഞ്ഞ പോലെ തോമസ് ഐസക് വരുമ്പോൾ അതൊരു ശക്തമായ മത്സരമാകുന്നു. പത്തനംതിട്ടയിൽ കേന്ദ്രീകരിച്ച് കുറച്ച് കാലമായിട്ട് തോമസ് ഐസക് പ്രവർത്തിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ പ്രതിനിധിയാണ്, ക്രിസ്ത്യൻ വിഭാഗമാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മാത്രമല്ല ജനകീയാസൂത്രണത്തിൻ്റെ കാലയളവിൽ അവിടെ ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു ശക്തമായ മത്സരത്തിന് സഹായിക്കുമെന്നാണ് കരുതുന്നത്. അടുത്തത് KK ശൈലജ, വടകര. നമ്മൾ വടകര സർവേയിലേക്ക് എത്തിയിട്ടില്ല അല്ലേ? വടകരയിലേക്ക് എത്തിയിട്ടില്ല. വടകരയിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഈ വിധി വന്ന ശേഷമുള്ള സാഹചര്യം എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. നേരത്തെ ഇടത് കോട്ടയായിരുന്ന സ്ഥലം പിന്നീട് ഏത് ഘട്ടം മുതലാണ് മാറി ചിന്തിച്ചു തുടങ്ങിയുള്ളത് നമുക്കറിയാവുന്നതാണല്ലോ. പക്ഷേ അതിലപ്പുറം 2019 P ജയരാജനെ പരാജയപ്പെടുത്തി, ചില നേതാക്കളെ തെരഞ്ഞെടുപ്പിലൂടെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം. P ജയരാജൻ പിന്നെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ ശൈലജയെ ആ രൂപത്തിൽ അവിടെ എത്തിച്ചാണോ എന്ന് ചില ദോഷക ദൃക്കുകൾ പറയുന്നുണ്ട്. ഞാൻ പറയുകയല്ല, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ഘടകം മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ അതൊരു വനിതാ സ്ഥാനാർത്ഥിയാവുമ്പോൾ ഏത് രൂപത്തിൽ വടകരയിൽ പ്രവർത്തിക്കുമെന്നുള്ള പ്രധാന ഘടകമാണ്. കഴിഞ്ഞ തവണ മുരളീധരനെ ജയിപ്പിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട്, അതൊക്കെ പ്രധാന ഘടകമായിട്ടുണ്ട്. അത് ഏത് രൂപത്തിൽ പ്രവർത്തിക്കും? പ്ലസ് ETP വിഷയമുണ്ട്. എൻ്റെ അഭിപ്രായത്തിലും ഇത് ലഭിക്കാവുന്നതിൽ വെച്ച് മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു സീറ്റിൽ മാത്രം എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നത്, അഥവാ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെയല്ല സംഭവിച്ചത്. അത് സംഭവിച്ചതാവട്ടെ കാസർഗോഡാണ്. കാസർഗോഡ് MV ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിയെ ഇറക്കുമ്പോൾ അവിടെ TV രാജേഷിൻ്റെ പേരാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ടത്. TV രാജേഷിന് കല്യാശ്ശേരിയിലും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് കാസർഗോഡ് മണ്ഡലത്തിലുമുള്ള സാന്നിധ്യം ഒരു വലിയ പോസിറ്റീവായിട്ട് കണക്കാക്കിയിരുന്നു, ഒരു സാധ്യതയായിട്ട് കണക്കാക്കിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്ന പ്രതീതി ഞാൻ കാസർഗോഡ് പോയപ്പോൾ തന്നെ, കാസർഗോഡ് വോട്ടർമാർക്കിടയിലൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ MV ബാലകൃഷ്ണനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. അതിന് പല കാരണങ്ങളുണ്ടാവാം, അത് നമുക്ക് എന്തായാലും അറിയില്ല. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളതെല്ലാം വളരെ എഫക്റ്റീവായി കണ്ടസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ CPM ഈ കരുത്തരെ ഇറക്കാനുള്ള 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് ദേശീയ തലത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ആ പദവി നിലനിർത്താൻ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നിലനിർത്തുക? നിലവിൽ 6% വോട്ടുകൾ ചുരുങ്ങിയത് 4 സംസ്ഥാനങ്ങളിൽ നിന്നായി ആ പാർട്ടിക്ക് ലഭിച്ചിരിക്കണം. ഇതാണൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ. അതല്ലെങ്കിൽ 4 ലോക്സഭാ സീറ്റുകളിലേക്ക് ആ പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചിരിക്കണം, മിനിമം 3 സ്റ്റേറ്റുകളിൽ നിന്നായി. അപ്പോൾ ഈ കണ്ടീഷനിൽ നിൽക്കുന്നൊരു പാർട്ടിക്ക് നിലവിലത് സാധ്യമാവുന്നില്ല. അപ്പോൾ നിലവിൽ കേരളം ഒഴിച്ചു നിർത്തിയാൽ, തമിഴ്നാട് 2 സീറ്റുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റൊരു രാജസ്ഥാനിലുണ്ടായിരുന്ന വിജയസാധ്യത പോലും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയി. കാര്യം കോൺഗ്രസ് അവിടെ പിന്തുണ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ 2000 വോട്ടിനാണ് രാജസ്ഥാനിൽ CPM സ്ഥാനാർത്ഥി പരാജയപ്പെട്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ തവണ നിയമസഭ. അപ്പോൾ അതിൻ്റെ അർത്ഥം CPIM-നെ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ നിലനിൽക്കണമെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൾറെഡി CPIക്ക് ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടു, തൃണമൂൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടു, ആം ആദ്മി പാർട്ടിക്ക് സ്റ്റാറ്റസ് കിട്ടി, അപ്പോൾ NCPക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തതിന് വരാൻ പോകുന്നത് CPM-ലേക്കാണ്. ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടാൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ
മറ്റ് സംസ്ഥാനങ്ങളിൽ മത്സരിക്കാൻ പോകുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരിക്കും. അത് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്നേവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒന്നാണ്. പാർട്ടിക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കരുത്തര് തന്നെ കളത്തിൽ ഇറങ്ങണം. രണ്ടാമത്തത്, നമ്മളുടെ സർവേയിലടക്കം പ്രതിഫലിക്കുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ. പിണറായിയുടെ രണ്ടാമത്തെ ടേം ആദ്യ ടേമിൽ നിന്ന് മോശമായിരുന്നു എന്ന് ഏകദേശം 70% ആളുകൾ നമ്മുടെ സർവേയിൽ തന്നെ പറയുന്നൊരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ. അപ്പോൾ തിരഞ്ഞെടുപ്പിലൊരു വോട്ടർ പാർട്ടിക്ക് വോട്ട് ചെയ്യുമ്പോൾ പാർട്ടി ഈ സർക്കാരിൻ്റെ വിലയിരുത്തൽ അതൊരു ഘടകമാണ്, പക്ഷേ പ്രധാന ഘടകമല്ല. കാര്യം നാഷണൽ വോട്ടിംഗ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് സംസ്ഥാന വോട്ടിങ്ങിൽ നിന്ന്. പക്ഷേ അപ്പോഴും അവിടെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥി ഇറക്കി പരീക്ഷ നടത്തുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്, ഒരു പോളിറ്റ് ബ്യൂറോ അംഗമാണ്, 3 എം എൽ എമാരാണ് മത്സരിക്കുന്നത് അല്ലേ? ഇവിടെ 3 എം എൽ എമാരോ 4 എം എൽ എമാരാണ് ഇപ്പോൾ മന്ത്രിയടക്കം മന്ത്രിയടക്കം 4 എം എൽ എമാരെ ഇറക്കുന്നത് ഈ പറയുന്ന സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ച് ഇതൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്, ഇതൊരു ഫൈറ്റിംഗ് പൊസിഷനാണ്. അതിൽ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലാണ് പാർട്ടി ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഇനി സ്ഥാനാർത്ഥികളിലേക്ക് വന്നാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കാസർഗോഡാണ് ഇതിലൊരു വിജയസാധ്യത ഉണ്ടായിരുന്നു. TV രാജേഷിന് പകരം MV ബാലകൃഷ്ണനെ അവിടേക്ക് അയക്കുന്നതിലൂടെ നമുക്കറിയില്ല ഇനി ആ ഇക്വേഷൻസ് എങ്ങനെയാണ് ശരിയായി വരുന്നതെന്ന്. പക്ഷേ കണ്ണൂരിലും വടകരയിലും പാർട്ടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വടകരയിൽ ശൈലജ ടീച്ചർ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയിട്ട് കഴിഞ്ഞ തവണ വിജയിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ആരെയാണ്? PJ രാജനെ. പക്ഷേ PJ രാജനും സതീദേവിയും ഈ പറയുന്ന TP ചന്ദ്രശേഖരനും ഒക്കെ അവിടെ കൃത്യമായിട്ട് പ്രവർത്തിച്ചു. അവിടെ TP ഒരു വളരെ പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയായിരുന്നു മറ്റു ഫാക്ടറികളോടൊപ്പം. അതേസമയം കണ്ണൂരിൽ ഇത്തവണ നമ്മുടെ സർവേയിൽ പറയുന്നത് പോലെ തന്നെ അവിടെ MP എന്ന നിലയിൽ K സുധാകരനെതിരെ ശക്തമായ ഒരു വികാരമുണ്ട്. പക്ഷേ K സുധാകരനാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ ഒരു മൃദു ഹിന്ദു വോട്ടുകൾ K സുധാകരന് അനുകൂലമായിട്ട് ക്രോഡീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവിടെ പാർട്ടി മെഷീനറിയെ കൃത്യമായിട്ടറിയാവുന്ന, വളരെ കൃത്യമായി പ്രാദേശികമായി അണികൾക്കിടയിൽ, ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി പ്രവർത്തകർക്കിടയിൽ അത് ചലിപ്പിക്കാൻ കഴിയുന്ന നേതാവാണ് MV ജയരാജൻ. അതുകൊണ്ട് തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി തന്നെ കണ്ണൂരിൽ മത്സരിക്കാൻ വരുന്നു എന്നുള്ളത് കണ്ണൂരിൽ വളരെ തീപാറുന്ന പോരാട്ടത്തിന് സാധ്യതയുണ്ട്. എറണാകുളത്തിൻ്റെ കാര്യം നമുക്കറിയില്ല, കാരണം ഈ സ്ഥാനാർത്ഥിയെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല, ഞാൻ മറ്റെങ്ങും കണ്ടിട്ടുമില്ല, KJ ഷൈൻ. പക്ഷേ KJ ഷൈന് ഒരുപക്ഷെ ലാറ്റിൻ സമവാക്യങ്ങളിൽ ഒരു ഏതെങ്കിലും തരത്തിലൊരു ചെറുത്തുനിൽപ്പ് കൊടുക്കാൻ കഴിയുന്നില്ല. അവർക്ക് മാത്രമെന്ന് പാർട്ടി കരുതിയതുകൊണ്ടായിരിക്കുമല്ലോ ആ പാർട്ടി ഹൈബീഡിനെതിരെ. പക്ഷേ അതൊരു വലിയ കടുത്ത മത്സരമാകുമെന്ന് ആദ്യഘട്ടത്തിൽ ഞാൻ കരുതുന്നില്ല. വളരെ പ്രധാനപ്പെട്ടത് എവിടെയാണ്? പൊന്നാനിയിലാണ്. പൊന്നാനിയിൽ എന്തുകൊണ്ടാണ് KS ഹംസയെ ഇറക്കിയത്? അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണം നേരത്തെ ആവർത്തിച്ചിട്ടുണ്ട്. ഹുസൈൻ രണ്ടത്താണിയുടെ കാര്യത്തിൽ ആവർത്തിച്ചു, അവിടെ കൊണ്ടുവന്നു. പക്ഷേ ഹുസൈൻ രണ്ടത്താണി മത്സരിക്കുമ്പോൾ 84,000 വോട്ടിന് ഹുസൈൻ രണ്ടത്താണി പരാജയപ്പെടുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് സാക്ഷാ PV അൻവറിനെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന സമയത്ത് 2 ലക്ഷത്തിനടുത്ത വോട്ടുകൾക്കാണ് പൊന്നാനിയിൽ LDF പരാജയപ്പെടുന്നത്. അതിന് തൊട്ട് മുമ്പ് കൊണ്ടുവരുന്നത് അബ്ദുൾ റഹ്മാനെയാണ്. അതും കോൺഗ്രസിൽ നിന്ന് പിളർത്തിക്കൊണ്ടുവരുന്നു. വിമതരെ ഇളക്കിക്കൊണ്ടുവന്ന് അവിടെ മുസ്ലിം സമുദായത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും വിമത വോട്ടുകളെ കേന്ദ്രീകരിക്കാൻ കഴിയുമോ എന്നതാണ്. പക്ഷേ ഇതവിടെ കോൺഗ്രസിൽ നിന്നല്ല ഇളക്കിയിരിക്കുന്നത്, ലീഗിൽ നിന്നാണ് ഇളക്കിയിരിക്കുന്നത്. ലീഗിൽ അത്രമേൽ വലിയ സ്വാധീനമുള്ള നേതാവാണോ KS ഹംസ എന്ന് എനിക്കറിയില്ല. KS ഹംസയെ പുറത്താക്കുമ്പോൾ തന്നെ അത് വാർത്തയായെങ്കിലും ഒരു വലിയ രീതിയിലുള്ളൊരു വാർത്തയോ തീപിടിക്കുന്ന വാർത്തയോ ഒന്നും ആയിരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് തെക്കോട്ട് എനിക്കൊന്ന് ഈ കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചതിൻ്റെ പേരിൽ മാത്രമല്ല, ജില്ലാ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിൻ്റെ പുറത്താണ് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായത്. പക്ഷേ KS ഹംസ അവിടെ മത്സരിക്കാൻ വരുമ്പോൾ മുസ്ലിം വോട്ടുകളിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഇന്ത്യ ബ്ലോക്കിനെ ഭിന്നിപ്പിക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെയാണത് വർക്കൗട്ട് ചെയ്തതെന്ന് ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നെ സംബന്ധിച്ച് വസീഫിന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സീറ്റ് കൊടുക്കാമായിരുന്നു എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ യൂത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളാണ് വസീഫിനെ ഇട്ടിരിക്കുന്നത് മലപ്പുറത്താണ്. അത് മലപ്പുറത്ത് നിലവിൽ ഒരു വിജയ സാധ്യതയും മാത്രത്തിൽ പാർട്ടി തന്നെ കണക്കാക്കാത്തൊരു മണ്ഡലമാണ്. VP സാനുവിന് മലപ്പുറം എന്നത് മാറി വസീഫിന് മലപ്പുറം എന്ന നിലയിലേക്ക് എത്തി എന്നത് മാത്രം ഒഴിച്ചു നിർത്തിയാൽ ആ അർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ മികച്ച സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. ഞാൻ തെക്കോട്ട് വന്നിട്ടില്ല, കാര്യം തെക്കോട്ട് അതിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. പത്തനംതിട്ടയിൽ TM തോമസ് ഐസക് ബെസ്റ്റ് കാൻഡിഡേറ്റ് ആണ്, സാധ്യത ഇല്ലാതില്ല. രാജു എബ്രഹാമിന് നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ രാജു എബ്രഹാമിനേക്കാൾ തോമസ് ഐസക്കിനെ നിർത്താനുള്ള കാരണം തോമസ് ഐസക്കിൻ്റെ വ്യക്തിപ്രഭാവത്തിന്, അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് പെർസ്യൂട്ടിന് പത്തനംതിട്ടയിൽ ഒരു പൊളിറ്റിക്കൽ ജോഗ്രഫി ഉണ്ടല്ലോ. ആ പൊളിറ്റിക്കൽ ജോഗ്രഫിയിൽ അദ്ദേഹത്തിനൊരു സപ്പോർട്ടുണ്ട് അവിടെ. അത് സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കേട്ടോ, അവിടുത്തെ ഒരു മധ്യവർഗ എലീറ്റ് ആസ്പയറിംഗ് പ്രവാസി സമൂഹത്തിൻ്റെ ഒക്കെ പിന്തുണ തോമസ് ഐസക്കിനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തോമസ് ഐസക്കിനെ എൻകാഷ് ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ അർത്ഥത്തിൽ അതൊരു മികച്ച പട്ടികയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. 2 കാര്യങ്ങളിൽ എനിക്ക് റിസർവേഷൻ ഉള്ളത്. കാസർഗോഡ് MV ബാലകൃഷ്ണന് പകരം ഒരു പക്ഷേ TV രാജേഷ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രകടനം നടത്താൻ കഴിയുമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാലക്കാടാണ്. അത് ഞാൻ പറയാതെ പോയി. പാലക്കാട് സ്വരാജിന് നല്ല കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷേ സ്വരാജിന് പകരം അവിടെ വിജയരാഘവനാണ്.
പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. പക്ഷേ വി കെ ശ്രീകണ്ഠനാണ്. വി കെ ശ്രീകണ്ഠന് അനുകൂലമായ തരംഗം അവിടെയുണ്ട്. അദ്ദേഹത്തിന് എം പി എന്ന നിലയിലുള്ള മികച്ച അംഗീകാരം ആ മണ്ഡലത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ സർവേ പ്രകാരം. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു ഡോ ഡേ സിറ്റുവേഷനിൽ ലഭ്യമായതിൽ മികച്ചത് എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പം അരുൺ, ഈ കാസർഗോഡിനെ കുറിച്ചൊരു ഇത് പറഞ്ഞതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. അതായത് ടി വി രാജേഷ് കണ്ണൂർ ജില്ലയിൽപ്പെട്ട ആളാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ കണ്ണൂർ ജില്ലയിൽപ്പെട്ട ആളാണ്. ഇവിടെ എം വി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലക്കാരൻ. കാസർഗോഡിന് രണ്ട് സ്വഭാവമുണ്ട്. ഒന്ന് കാസർഗോഡ് മേഖലയിലുള്ള ഒരു സ്വഭാവം, രണ്ട് പിന്നീട് ഇങ്ങോട്ടൊരു കണ്ണൂർ സ്വഭാവമുള്ള കാസർഗോഡുമുണ്ട്. ഈ രണ്ട് മേഖലയിലും സ്വാധീനമുള്ള ആൾ എന്നുള്ള നിലയിലാണ് എം വി ബാലകൃഷ്ണനെ CPM സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എൻ്റെ വിജയസാധ്യത എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ജയിച്ചിട്ടുള്ളത് CPM ആണ്, LDF ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ രണ്ട് മേഖലയിലുള്ള ആൾ എന്നുള്ള നിലയിൽ, രണ്ട് മേഖലയിലും സ്വാധീനമുള്ള ആൾ എന്നുള്ള നിലയിൽ എം വി ബാലകൃഷ്ണനെ നോക്കൂ. അത് ഒരു ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചുള്ള വിലയിരുത്തൽ നോക്കൂ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നേരത്തെ അരുൺ തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു ദേശീയ പാർട്ടി പദവി നിലനിർത്തുക എന്നുള്ള ചരിത്ര ദൗത്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ മുന്നിലുള്ളത്. CPI എന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിൽ നിന്ന് പിളർന്നു വന്ന ഏറ്റവും വലിയ ഗ്രൂപ്പ് ഇന്ന് പാർലമെൻറ്റിൽ അല്ലെങ്കിൽ കുറേ കാലമായി പാർലമെൻറ്റിൽ CPM ആണ്. CPMന് ഏതെങ്കിലും മാനദണ്ഡത്തിൽ കുറവ് വന്നാൽ അടുത്ത തവണ BJP ആണെങ്കിൽ ആദ്യം സംഭവിക്കാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് CPMൻ്റെ ദേശീയ പദവി ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ 3 സംസ്ഥാനങ്ങളിൽ 7 ലോക്സഭാ സീറ്റുകൾ, പിന്നീട് 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭകളിലെ പ്രാതിനിധ്യം, ഇതാണ് വേണ്ടത്. ഇന്നത്തെ നിലയിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് നമുക്ക് 2 ലോക്സഭാ സീറ്റുകൾ, 2 സംസ്ഥാനങ്ങളിൽ ലോക്സഭാ സീറ്റുകൾ പ്രതീക്ഷിക്കാവുന്നത്. ബംഗാളിൽ ചില മണ്ഡലങ്ങളിൽ സാധ്യതയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതായിരുന്നു മുഹമ്മദ് സലീമൊക്കെ. അപ്പോൾ ആ മണ്ഡലങ്ങളിലൊക്കെ തന്നെയും, ജാദവ്പൂരാണെന്ന് തോന്നുന്നു, ആ മണ്ഡലങ്ങളിലൊക്കെ ഇത്തവണ വിജയസാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസുമായിട്ടാണ് മത്സരിക്കുന്നത് എങ്കിൽ ഞാൻ അതിലേക്ക് വിശദമായി പോകുന്നില്ല. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാക്കാൻ വേണ്ടിയായിരുന്നു കേരളം വോട്ട് ചെയ്തിരുന്നത്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനെ ഒറ്റക്കക്ഷിയാക്കുക എന്ന നിലയിൽ ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു ദേശീയ സ്വഭാവം നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്തം കേരളത്തിനുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ CPMും ലെഫ്റ്റ് ഫ്രണ്ടും ആ നിലയിലുള്ള ക്യാമ്പയിൻ ആയിരിക്കും മുന്നോട്ട് വെക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മൈനോറിറ്റി വോട്ട്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ 1 വർഷം പിന്നോട്ടൊക്കെ ഒന്ന് പിടിക്കുക. ഈ 1 വർഷം പിന്നോട്ട് പിടിക്കുമ്പം CPMൻ്റെ എല്ലാ പരിപാടികളും യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി സ്വാധീനിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മനുഷ്യച്ചങ്ങല മുതൽ ഇങ്ങോട്ട് എല്ലാ പരിപാടികളും യഥാർത്ഥത്തിൽ ആ നിലയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. ഇപ്പോൾ പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിലായാലും പലസ്തീൻ വിഷയത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ എല്ലാ വിഷയങ്ങളിലും വലിയ സമരങ്ങൾ, വലിയ ഫ്രെയിമിൽ നിൽക്കുന്ന സമരങ്ങളെല്ലാം ന്യൂനപക്ഷ വോട്ടുകളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്ന് കൂടുതൽ ലോക്സഭാംഗങ്ങളെ ദേശീയ തലത്തിലേക്ക് പാർലമെൻറ്റിലേക്ക് അയക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം അതായിരിക്കും യഥാർത്ഥത്തിൽ ലെഫ്റ്റ് ചൂണ്ടിക്കാണിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ആൻറ്റി ഇൻകംബൻസി. എനിക്കറിയാം, ഗവൺമെൻറ്റിനെതിരെ ആൻറ്റി ഇൻകംബൻസി ഉണ്ട്, നമുക്കെല്ലാം അത് ബോധ്യമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ ആൻറ്റി ഇൻകംബൻസി പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. മതവികാരം വ്രണപ്പെടുത്തി പോലീസിൻ്റെ അട്രോസിറ്റി കൂടുന്നു എന്നുള്ള നിലയിലായിരുന്നു. എങ്കിൽ ഇത്തവണ വേറെയും ചില കാരണങ്ങൾ അതിനോടൊപ്പം ഉണ്ട്. വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ലോക്സഭ MP-മാർക്കെതിരായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി. ലോക്സഭയിലേക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നിരവധി തവണ ലോക്സഭയിലേക്ക് പ്രതിനിധീകരിച്ചവർ, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ലോക്സഭാംഗങ്ങളുടെ ഒരു റോൾ എന്താണ് എന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അറിയാത്തൊരവസ്ഥയുണ്ട്. ആ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആൻറ്റി ഇൻകംബൻസി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും ഉണ്ട് കേട്ടോ വിഷയങ്ങൾ. ഇപ്പോൾ നമ്മളൊരു 2 മാസം അകലെയാണ് നിൽക്കുന്നത്. നമ്മൾ സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് വരുന്നത് നോക്കിയാൽ ഒരു 2 മാസം അകലെയാണ് നിൽക്കുന്നത്. ഇനിയും ഒരുപാട് വിഷയങ്ങൾ വന്നു പോകാനുണ്ട്.
ആ വന്നു പോകാനുള്ള വിഷയങ്ങൾ കൂടി ചേർക്കുമ്പോൾ അത് ഏത് നിലയിൽ മാനേജ് ചെയ്യും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അന്തിമമായിട്ടുള്ള ഫലം എന്ന് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള വിഷയങ്ങളായിരിക്കില്ല യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പൂർണ്ണമായും സ്വാധീനിക്കുക. ഒരു 70% കൂട്ടിയാൽ മതി. ഒരു 30% വിഷയങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി സംസ്ഥാന സർക്കാരിനുള്ളതുപോലെ തന്നെ എം പിമാർക്കെതിരെ, ലോക്സഭാ എം പിമാർക്കെതിരെയും ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. ഇതും കൂട്ടിക്കിഴിച്ചാൽ എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ഘട്ടമാകുമ്പോഴേക്കും നമുക്ക് വിശദീകരിക്കാം എന്നുള്ളതാണ്. പിന്നെ മികച്ച സ്ഥാനാർത്ഥികൾ, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഇന്ന് CPM മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ലിസ്റ്റ്, ഞാൻ കാസർഗോഡിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ആറ്റിങ്ങൽ വരെയുള്ള സ്ഥാനാർത്ഥികൾ എടുത്താൽ ലഭ്യമായിട്ടുള്ളതിൽ ആറ്റിങ്ങലിൻ്റെ സ്ഥാനാർത്ഥി തന്നെ എടുക്കുക, വിജോയ്. അവിടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി പദവിയിലിരിക്കുന്നു, വർക്കല MLA പദവിയിലിരിക്കുന്നു. ഇങ്ങനെ ഒരാളെ പിടിച്ചിട്ടാണ് അവിടെ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. വേറെ വഴിയില്ല. കാരണം അവിടെ ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥാനാർത്ഥി, പ്രത്യേകിച്ച് ഒരു ഈഴവ സാന്നിധ്യം അവിടെ ആവശ്യമാണ്, ആ മണ്ഡലത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് അതിനേക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥിയില്ല എന്ന് കാണുമ്പോൾ രണ്ട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും വിജോയിയെ പിടിച്ച് ആറ്റിങ്ങലിലേക്ക് വെക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നോക്കൂ, ഇന്ത്യയിലെ ഇടതുപക്ഷത്തെ നയിക്കേണ്ടത് CPM ആണ് എന്നും ആ CPM പാർലമെൻറ്റിൽ നയിക്കേണ്ടത് ഒരു പോളിറ്റ് ബ്യൂറോ അംഗമാകണം. അപ്പോൾ വിജയരാഘവനാക്കിയിരിക്കുന്നു. 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വന്നിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വനിതകളുടെയും യുവാക്കളുടെയും സാന്നിധ്യം. കേരളത്തിലെ ഏറ്റവും ശക്തമായ വനിതാ സാന്നിധ്യത്തെ തന്നെ നിയമസഭാ അംഗമാണെങ്കിൽ തന്നെയും ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നുള്ളൂ. കേരളത്തിലെ DYFയുടെ സംസ്ഥാന അധ്യക്ഷൻ, അതിൻ്റെ ഏറ്റവും ഉയർന്ന പദവി സംസ്ഥാന അധ്യക്ഷ പദവിയാണല്ലോ, ആ ആളെ തന്നെ മലപ്പുറത്താണെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു. അപ്പോൾ വനിതകളുടെയും യുവാക്കളുടെയും സാന്നിധ്യം എണ്ണം കൊണ്ടല്ല, പക്ഷേ കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ വെച്ച് കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ CPM സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിൽ നയിക്കാൻ ഏറ്റവും മുൻകാലങ്ങളിലൊക്കെ എണ്ണം കൂട്ടുക എന്നുള്ളതായിരിക്കും. ഇപ്പം തോമസ് ഐസക്കിനെ പോലുള്ള ഒരാൾ എന്തിന് പാർലമെൻറ്റിലേക്ക് അയക്കണം? ഇന്നത്തെ നിലയിൽ പ്രത്യേകിച്ച് BJP ആണ് അധികാരത്തിൽ തിരിച്ചു വരുന്നതെങ്കിൽ തോമസ് ഐസക്കിനെ പോലെ ഒരാൾ പാർലമെൻറ്റിലുണ്ടാകണം, ഡൽഹിയിലുണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ പറയാനുള്ള ഒരു ശേഷിയുള്ള ഒരാൾ, പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ കഴിയുന്ന ഒരാൾ. നമുക്ക് ചർച്ചകൾ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം സുജയ. കാര്യം എന്തായാലും നമ്മൾ അല്പസമയം കൂടി മുന്നോട്ട് പോകും എന്നുള്ളത് കൊണ്ട് നമുക്ക് 2:30 ഒരു ബ്രേക്ക് എടുക്കേണ്ടതുണ്ട്. വെൽക്കം ബാക്ക്. സീറ്റ് കൂട്ടുമോ CPM സ്ക്വാഡ് എന്നതാണ് ചോദ്യം. സുജയ, അവൈലബിൾ ബെസ്റ്റിനെയാണ് CPIM രംഗത്തിറക്കിയിരിക്കുന്നത്. ഞാൻ കരുതുന്നത് 2019 UDF ഒരു ക്ലീൻ സ്വീപ്പിനുള്ള അധികം ഘടകങ്ങളില്ല. പക്ഷേ അതിൽ BJP അല്ലെങ്കിൽ NDA ചോർത്തുന്ന വോട്ടുകൾ UDFൻ്റെതായാൽ ഇത്തവണ അഡ്വാൻറ്റേജ് LDFനാകാൻ സാധ്യതയുള്ള സീറ്റുകൾ ഉണ്ട് എന്ന് തന്നെയാണ്. നേരത്തെ, അതായത് ജോസ് കെ മാണി വിഭാഗം വരുന്നതിന് മുൻപുള്ള കണക്കാണെങ്കിൽ 19-1, അവർ വന്നതിന് ശേഷം 18-2, അതാണ് നിലവിലെ ടാലി. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും തോമസ് ചാഴികാടൻ കോൺഗ്രസിനൊപ്പം നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് M ഒന്നിച്ച് മത്സരിച്ചപ്പോഴാണ് കോട്ടയം സീറ്റ് കിട്ടുന്നത്. അത് ഇക്കുറി നിലനിർത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഫ്രാൻസിസ് ജോർജ് ഒപ്പം കോൺഗ്രസ്, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് ആകെ ഒന്ന് ഉണർന്നതാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അധികമായിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കോട്ടയത്തുണ്ടാകും. അതുകൊണ്ട് കോട്ടയം തോമസ് ചാഴികാടനെ നിലനിർത്താനുള്ള സാധ്യത കുറവാണ്. പക്ഷേ അത്ഭുതങ്ങൾ സംഭവിക്കാം. എങ്കിൽ പോലും ഇപ്പോൾ മന്ത്രി K രാധാകൃഷ്ണനെ ആലത്തൂരിലേക്ക് നിയോഗിക്കുന്നത് കൃത്യമായ ഒരു സ്ട്രാറ്റജിയോട് കൂടി തന്നെയാണ്. ഒരു മന്ത്രിയെ തന്നെ ഇറക്കുന്നു. K രാധാകൃഷ്ണൻ ആലത്തൂർ പിടിക്കും, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. 2019 രമ്യ ഹരിദാസ് 1,58,968 വോട്ടുകൾക്കാണ് അവിടെ ജയിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥി PK ബിജുവിൻ്റെ തോൽവിയിലേക്ക് നയിച്ച ഒരു ഘടകം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോടുള്ള ഒരു അതൃപ്തിയാണ്. നോക്കൂ, ആലത്തൂരിൽ K രാധാകൃഷ്ണൻ കൂടാതെ കേട്ടിരുന്ന പേര് AK ബാലൻ്റേതാണ്. ഇവിടെ K രാധാകൃഷ്ണനിലേക്ക് എത്തുമ്പോൾ ആലത്തൂരിൽ കർഷകർ, ഒപ്പം കർഷക തൊഴിലാളികൾ, ഇവരുടെയൊക്കെ ഒരു സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ ജനപ്രിയനാണ് K രാധാകൃഷ്ണൻ്റെ കുടുംബ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആലത്തൂർ എന്ന് പറയുന്നത് CPIMൻ്റെ പട്ടികയിൽ തന്നെ അവർ ഒരു ടിക്ക് മാർക്ക് ഇട്ട് വെച്ചിരിക്കുന്ന, കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള സീറ്റുകളിൽ ഒന്നാണ്. PK ബിജു 2 വട്ടം മത്സരിച്ച് ജയിച്ചു. അതല്ല, ആ PK ബിജുവിനോടുള്ള ഒരു എതിർവികാരം K രാധാകൃഷ്ണനോട് ആ മണ്ഡലത്തിൽ ഇല്ല എന്ന് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. നിയമസഭാ മണ്ഡലങ്ങളിലെ ഒരു മേൽക്കോയ്മ, അതൊക്കെ ആലത്തൂരിൽ ഒരു ഘടകമായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. ചാലക്കുടിയിലേക്ക് വന്നാൽ ചാലക്കുടിയിൽ മുൻമന്ത്രി C രവീന്ദ്രനാഥിനെ ഇറക്കുന്നു. C രവീന്ദ്രനാഥിൻ്റെ പേരിലേക്ക് എത്തുകയാണ്. അവിടെ പൊതുസമ്മതനാണ്, പക്ഷേ അത് ജയത്തിലേക്ക് എത്തിക്കുമോ എന്ന കാര്യത്തിൽ പാർട്ടിക്കും സംശയമുണ്ട്. അവിടുത്തെ സാധ്യതകൾ ബെന്നി ബെഹനാന് അനുകൂലമായി നിൽക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് അവിടെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. പിന്നെ V വസീഫിനെയൊക്കെ ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടി കൊടുത്തതാണ് എന്ന് ഞാൻ കരുതുന്നുള്ളൂ. മലപ്പുറത്ത് അത്ഭുതങ്ങളൊന്നും സംഭവിക്കാനുള്ള സാധ്യത തീരെയില്ല. വോട്ട് ഉയർത്താൻ ഒരു പക്ഷേ പറ്റിയേക്കാം. VP സാനുവിനെയും അഫ്സലിനെയും ഒക്കെ പരിഗണിച്ചതിന് ശേഷം വസീഫിലേക്ക് വന്ന് എൻഡ് ചെയ്യുകയാണ്. വസീഫിന് പക്ഷേ ഇതൊരു നല്ല അവസരമാണ്.
തീരുമാനമാണ്. വസീഫ് എന്ന വ്യക്തിക്ക് ഡിവൈഎഫ്ഐ വസീഫിന് ഈ പാർട്ടിയുടെ സംഘടനാ ചുമതലയിൽ നിന്ന് മറ്റൊരു തരത്തിൽ പ്ലേസ് ചെയ്യപ്പെടുകയാണ് കൃത്യമായി വസീഫിനെ. അപ്പോൾ അതൊരു അവസരം കൊടുക്കലാണ്, ആ രീതിയിൽ കാണാം. KS ഹംസയാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരാൾ. അതായത് നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2023 ഹംസയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഹംസയ്ക്ക് കൂടുതൽ പിന്തുണയുണ്ടായിരുന്നത് ആരിൽ നിന്നാണ് എന്നതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ കാര്യം. കുഞ്ഞാലിക്കുട്ടിയെ തുറന്നു വിമർശിക്കാൻ PK ഹംസ വെറുതെ അങ്ങ് തയ്യാറെടുത്തതൊന്നുമല്ല. അത് പുറത്തേക്കുള്ള വഴി ഹംസ തന്നെ തുറന്നിട്ടിട്ട് മനഃപൂർവ്വം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആദ്യം പാർട്ടി ചുമതലകളിൽ നിന്ന് നീക്കുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. നേരെ CPIM ഹംസയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ നേരത്തെ പരിഗണനാ പട്ടികയിലെ പേരുകൾ എന്ന നിലയിൽ പോലും KS ഹംസയുടെ പേര് നമ്മൾ കേട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിൽ വാർത്തകൾ KS ഹംസ എന്ന പേര് വെച്ചുകൊണ്ട് അവിടെ വന്നിരുന്നില്ല. KT ജലീൽ എന്നാണ് മാധ്യമങ്ങൾ പോലും കൂടുതലായി പറഞ്ഞിരുന്നത്. അപ്പോൾ KT ജലീലിനെ മറികടന്നുകൊണ്ട് ഹംസയിലേക്ക് ലാൻഡ് ചെയ്യുന്നതിനുള്ള കാരണം സമസ്തയാണ്, മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷനാണ്. ഇക്കുറി ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം അത് പല മണ്ഡലങ്ങളിലും CPIMന് അനുകൂലമായി വരാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുസ്ലിം വോട്ട് കൺസോളിഡേഷൻ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ 2024 2019 വ്യത്യസ്തമായ ഒരു സാഹചര്യം CPIMന് ഉണ്ടാക്കും. അത് അവർക്ക് അഡ്വാൻറ്റേജ് ആണ്. അവരുടെ സീറ്റ് എണ്ണം കൂടാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ്. കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കേണ്ട, ഗത്യന്തരമില്ലാതെ മത്സരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. കാരണം K സുധാകരൻ മാറി നിൽക്കുന്നു, മത്സരിക്കുന്നില്ല, പാർട്ടി ചുമതലകൾ എന്ന് പറയുമ്പോഴും അവിടെ കണ്ണൂർ സീറ്റ് അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും എന്ന ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകുന്നു. MV ജയരാജൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് കണ്ണൂരിൽ. അവിടെ മുസ്ലിം വോട്ട് ഒപ്പം K സുധാകരനിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ അതെല്ലാം ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും പിടിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വടകര KK ശൈലജയുടെ ഒരു സ്വീകാര്യത എത്രത്തോളമാണ് എന്നുള്ളത്, അത് TP കേസൊക്കെ ഉണ്ടെങ്കിൽ പോലും KK ശൈലജയ്ക്ക് കിട്ടുന്ന വോട്ടുകൾ ഒരുപക്ഷെ അവരെ ജയത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പാർട്ടിയോട് ഈ TP വധക്കേസിലൊക്കെ വിരുദ്ധ നിലപാടുണ്ടെങ്കിലും KK ശൈലജയോട് അങ്ങനെയുള്ള ഒരു അതൃപ്തിയൊന്നും അധികം പേർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് KK ശൈലജയിലൂടെ ആ ഒരു സീറ്റ് നേടുക എന്നത് പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. അതിലേക്ക് എത്താനുള്ള ഒരു സാധ്യത അവിടെ വളരെ സജീവമാണ്. പത്തനംതിട്ടയാണ് മറ്റൊരു സീറ്റ്. പത്തനംതിട്ടയിലും ഡോക്ടർ TM തോമസ് ഐസക്കിനെ അവിടെ രംഗത്തിറക്കുമ്പോൾ നേരത്തെ സ്മൃതിമാണമൊക്കെ സൂചിപ്പിച്ചതുപോലെ ആന്റണി മണ്ഡലത്തിൽ എത്രത്തോളം ഉണ്ട് ഒരു MP എന്നതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അല്ലെങ്കിൽ മണ്ഡലത്തിൽ എത്രത്തോളം ആക്റ്റീവ് ആണെന്നുള്ളത്, അത് ആന്റണി തുടർച്ചയായി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അലസതയുണ്ട്. അല്ലെങ്കിൽ മണ്ഡലം കയ്യിൽ നിന്ന് പോകില്ല എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസമുണ്ട്. അത് തോമസ് ഐസക്കിന് അനുകൂല ഘടകമായി വരികയാണെങ്കിൽ നേരത്തെ, അതായത് 18-2 നിന്നും മുകളിലേക്ക് കയറാനുള്ള, അല്ലെങ്കിൽ 18-2 തന്നെ വന്ന് ലാൻഡ് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ സാമുദായിക സമവാക്യങ്ങൾ സീറ്റൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെയല്ല, ഞാൻ ഇവിടെ നമ്മൾ ഇടതുപക്ഷത്തിന്റെ ആണല്ലോ പറഞ്ഞു വന്നത്. കഴിഞ്ഞ തവണത്തെ 18-2 എന്ന് പറയുന്നത് നിലനിർത്താനുള്ള സാധ്യതയുണ്ട്. BJPയിലേക്ക് ഞാൻ വരാം. കഴിഞ്ഞിട്ടില്ല. വേറെ 21 സീറ്റ് ഉണ്ടോ? ഇല്ല സർ, കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തവണത്തെ 18-2, അതായത് ചാഴികാടനെ കൂടെ കൂട്ടിയ ആരിഫിന്റെ സീറ്റ് നിലനിർത്തുമോ എന്നുള്ളത്, KC വരികയാണെങ്കിൽ ആരിഫിന്റെ സീറ്റ് നിലനിൽക്കാനുള്ള സാധ്യത അവിടെയില്ല. പിന്നെ ഈ എറണാകുളത്ത് KJ ഷൈൻ എന്നൊക്കെ പറയുന്നത് ഒരു ഗിമ്മിക്ക്, അതിനപ്പുറം ഒന്നുമില്ല. കാരണം ഒരു വനിതയ്ക്ക് സീറ്റ് കൊടുത്തു, 2 വനിതകൾക്ക് സീറ്റ് കൊടുക്കുന്നു. അതിൽ ഈ 15-2 വനിതയ്ക്ക് സീറ്റ് കൊടുക്കുന്നു എന്നതിനപ്പുറം KJ ഷൈൻ ജയിക്കുമെന്നൊന്നും പാർട്ടി പോലും കരുതുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അവർ കയറി വരേണ്ട, മുന്നോട്ടേക്ക് വരേണ്ട ഒരു നേതാവാണ് എന്ന് ഞാൻ കരുതുന്നുണ്ട്. കാരണം അതിനൊരു കാരണവുമുണ്ട്. വടക്കൻ പറവൂരിൽ, അതായത് എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് ഈ KJ ഷൈൻ എന്നുള്ള പേര് കേട്ടിട്ടില്ലെങ്കിലും വടക്കൻ പറവൂരിൽ അവിടെ ഈ രാഷ്ട്രീയ രംഗത്ത് ഒപ്പം അവരുടെ നല്ല പ്രസംഗങ്ങളാണ്, സാംസ്കാരിക മേഖലയിൽ വളരെ സജീവമാണ്. ഷൈൻ ടീച്ചർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഷൈൻ ടീച്ചർ ഈ വടക്കൻ പറവൂരിലെ നഗരസഭാംഗമായി 3 ടേമായി ഇരിക്കുന്നയാളാണ് KJ ഷൈൻ. അപ്പോൾ ലോക്കലി അവർ പോപ്പുലറാണ്. നേരത്തെ ഉണ്ണിസാർ പറഞ്ഞ ആ തിയറി ഇവിടെ ആപ്ലിക്കബിൾ ആണ്. KJ ഷൈൻ ഇത്തവണ പാർട്ടി ഒരു ചാൻസ് കൊടുക്കുമ്പോൾ അടുത്ത തവണയാകുമ്പോഴേക്കും അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കാൻ കഴിയുന്ന ഒരു പേരായി, അല്ലെങ്കിൽ ജയിച്ചു വരാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായി അവർ മാറാനായിട്ടുള്ള ഒരു കളം അവിടെ ഒരുക്കുകയാണ് പാർട്ടി എന്നാണ്. ഞാൻ പറഞ്ഞു, വടക്കൻ പറവൂരിലാണ് ഇപ്പോൾ നഗരസഭാംഗമായി നിൽക്കുന്നത്. ഒപ്പം തന്നെ ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷമായ ജില്ലയാണല്ലോ എറണാകുളം. അപ്പോൾ അവിടെ ഈ സാമുദായിക സമവാക്യം എന്ന് പറയുന്നത് നാട്ടിൽ നിന്നാണ്. അവിടെ അവർ തോൽപ്പിക്കുന്നത് കോൺഗ്രസിനെയാണ്. അവർ കോൺഗ്രസിനെ തോൽപ്പിച്ചതാണ്. അത് 3 ടേമായി അവർ നിൽക്കുകയാണ്. പിന്നെ ഈ കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് അതിലൊക്കെ സജീവമായിരുന്നു. KSTA സംസ്ഥാന സമിതിയിലുണ്ട്. അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ലെസ് പോപ്പുലർ ആണ് ഔട്ട്സൈഡ് എറണാകുളം. പക്ഷേ വടക്കൻ പറവൂരിലും ഒപ്പം ജില്ലയ്ക്കകത്തുമൊക്കെ നേരത്തെ തന്നെ പാർട്ടിയുടെ പരിഗണനയിൽ ഇവരുടെ പേരുണ്ടായിരുന്നു. മാധ്യമങ്ങളിലേക്ക് അധികം വരാതെ പോയതാകാം. രേഖ തോമസ് തുടങ്ങിയ പേരുകളാണല്ലോ നമ്മളും കൂടുതൽ ചർച്ച ചെയ്തത്. അതൊരു ട്രൈ ആണ്. പിന്നെ ഇനി പറയാനുള്ളത്, എങ്ങനെയാണ് LDFന് അല്ലെങ്കിൽ UDFന് സീറ്റ് കിട്ടാതെ തൃശ്ശൂർ അല്ലെങ്കിൽ ആറ്റിങ്ങൽ BJPയിലേക്ക് പോകാൻ? ഈ 2 സീറ്റുകളാണ് BJPക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. ഈ 2 സീറ്റുകളിൽ സാധ്യത വരാനുള്ള
വരാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരമാണ്, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ MP വിരുദ്ധ വികാരമാണ്. സംസ്ഥാന സർക്കാരിനോടുള്ള ഭരണവിരുദ്ധ വികാരം പ്ലസ് MP വിരുദ്ധ വികാരം, ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ മാത്രമാണ് ഈ 2 സീറ്റുകളിൽ NDAക്ക് സാധ്യതയുള്ളത്. മറ്റ് സ്ഥാനാർത്ഥികൾ കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 3ൻ്റെയും കൂടി തുലനം ചെയ്യാൻ കഴിയൂ. ഇവിടെ അതുകൊണ്ട് ഞാൻ CPIM-ൽ ഫോക്കസ് ചെയ്യുകയാണ്. പിന്നെ കേഡർ വോട്ടുകൾ കുറേയൊക്കെ അകന്നു പോകുന്നതാണ്. ഈ ശബരിമല വിഷയത്തിൽ വരുമ്പോൾ കേഡർ വോട്ടുകൾ മാത്രമല്ല, പാർട്ടിക്കുള്ളിൽ തന്നെ വിശ്വാസികൾ കുറേ പേർ മാറി വോട്ട് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. അതാണ് LDF-നുണ്ടായ വലിയ തിരിച്ചടിയുടെ ഒരു കാരണമായി ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനൊരു വിഷയം ഇക്കുറിയില്ല. പിന്നെ പാർട്ടിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിശ്വാസം സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഉടനടി ഉണ്ടാകുന്ന തിരുത്തുകൾ അത് പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ വോട്ടുകൾ ഉറപ്പിച്ച് നിർത്തേണ്ടതുണ്ട് എന്ന തിരിച്ചറിവാണ്. അപ്പോൾ മുസ്ലിം വോട്ടിൻ്റെ ഒരു കൺസോളിഡേഷൻ എന്തായാലും ഇടതുപക്ഷത്തെ ഇക്കുറി തുണയ്ക്കും. ഈ ഏക സിവിൽ കോഡിലും എല്ലാം ചാടി ഇറങ്ങിയത് അല്ലെങ്കിൽ ആ ഒരു മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ആ ഒരു പ്രീണന നയം ഇടതുപക്ഷത്തെ ഇക്കുറി തുണയ്ക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഈ MP-യോടുള്ള അതൃപ്തി അതും എൻക്യാഷ് ചെയ്യാൻ LDF-ന് കഴിഞ്ഞാൽ അതും അഡ്വാൻറ്റേജ് LDF ആണ്. പക്ഷേ അത് NDA കൊണ്ടുപോകാതെ നോക്കണം എന്ന് മാത്രം. കാരണം മോദിയോടുള്ള അനുകൂല വികാരം കേരളത്തിൽ ബലപ്പെട്ടു വരുന്നത് ഇടതുപക്ഷം മനസ്സിലാക്കണം. അങ്ങനെ BJP ആ വോട്ട് കൊണ്ടുപോയാൽ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കാനേ കഴിയൂ. ശ്രമിച്ചാൽ നേരത്തെയുള്ള 18-2-ൽ നിന്ന് മുകളിലേക്ക് കയറാൻ LDF-ന് നിഷ്പ്രയാസം സാധിക്കും. ഇതിൽ 2019 ഒരു മലവെള്ളപ്പാച്ചിൽ പോലെയായിരുന്നു. ആ മലവെള്ളപ്പാച്ചിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് എന്തെന്നൊരു ചോദ്യമുണ്ട്. ആ അവശേഷിക്കുന്നതാണ് സാധാരണ രീതിയിൽ വെള്ളം കയറി ഇറങ്ങിപ്പോകുമ്പോൾ അവശേഷിക്കുന്ന എക്കൽ പോലെയാണ് വലിയ തരംഗത്തിന് ശേഷമുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത്. ആ തരംഗത്തിന് ശേഷമുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് യഥാർത്ഥത്തിൽ ആര് വിജയിച്ചത്? പിണറായി വിജയൻ വിജയിച്ചത്. ആ തരംഗം ഒഴിഞ്ഞുപോയി. തരംഗം ഒഴിഞ്ഞു പോയതിന് ശേഷം സർക്കാർ അനുകൂലം കോവിഡ് സാഹചര്യം, അതൊരു പ്രത്യേക സാഹചര്യം രണ്ടാമത് വരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു വേവ് വന്നു പോകുന്നു. ആദ്യം ഒരു പ്രളയം, രണ്ടാമത്തെ വീണ്ടും ഒരു പ്രളയം. അത്ര വലിയൊരു തരംഗമായിരുന്നല്ലോ രണ്ടും. കാര്യം ചുരുങ്ങിയ കാലത്തിനുള്ളിലാണ് 2 രാഷ്ട്രീയ തരംഗങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് അതും സാധാരണ രീതിയിൽ സഹതാപ തരംഗത്തിലുണ്ടാകുന്ന തരംഗമാണെങ്കിൽ ഇവിടെ വിശ്വാസത്തിന് പുറത്തുണ്ടാകുന്ന ഒരു തരംഗം. മറ്റൊന്ന് വെൽഫെയർ പൊളിറ്റിക്സ് കൊണ്ടുവരുന്ന ക്ഷേമരാഷ്ട്രീയത്തിൻ്റെ ഒരു തരംഗം. ഇത് 2021 കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോഴേക്കും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളിനി ഒരു മൂന്നാമത്തെ പൊളിറ്റിക്കൽ ഫ്ലഡ് ആണോ പ്രതീക്ഷിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഞാനൊരു കാര്യം ഒറ്റ പോയിന്റ് നിർത്താം സാർ. അതായത് വിശ്വാസത്തിൻ്റെ തരംഗവും അല്ലെങ്കിൽ പ്രളയവും, മറുഭാഗത്ത് എക്കണോമിയുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, ആൻറ്റി ഇൻകംബൻസി, സാമ്പത്തിക പ്രതിസന്ധിയും. അപ്പോൾ ഇത് രണ്ടിൽ ഏതാണ് ഏറ്റവും കരുത്താർജിച്ചത് എന്നതാണ് ചോദ്യം. വിശ്വാസത്തിൻ്റെ തരംഗം സൃഷ്ടിച്ചതുപോലെ സാമ്പത്തിക പ്രശ്നം ഒരു തരംഗമായി മാറുമെങ്കിൽ ഈ സ്ഥാനാർത്ഥികളെല്ലാം അപ്രസക്തമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം വ്യക്തിപരമായി ഇപ്പോൾ ആരിഫ് നേടിയതുപോലെ അത് പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് ആലപ്പുഴ സീറ്റ് പോകേണ്ട സീറ്റായിരുന്നു. അവിടെ KC വേണുഗോപാലാണ് മത്സരിച്ചിരുന്നെങ്കിൽ നിശ്ചയമായും ആലപ്പുഴ സീറ്റ് പോകുമായിരുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ആ പ്രളയത്തിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. MP രാജേഷിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, ഏറ്റവും വിജയ സാധ്യതയുള്ള കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു പാലക്കാട്. ആ മണ്ഡലം പോലും പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അപ്പോൾ ആ വിശ്വാസ തരംഗത്തോളം ശക്തി ആർജിച്ചിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള ആൻറ്റി ഇൻകംബൻസി എങ്കിൽ ഈ സ്ഥാനാർത്ഥികളെല്ലാം അപ്രസക്തമാണെന്ന നിരീക്ഷണം കൂടി എനിക്കുണ്ട്. ഞാൻ ഈ കോഴിക്കോട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ ഗൗരവത്തോടെ കാണുന്നു. ഇപ്പം രാജ്യസഭാംഗമാണല്ലോ എളമരം കരീം. സുജയ പറഞ്ഞൊരു പ്രശ്നം, ഇവിടെ പലരും പറഞ്ഞൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സമസ്തയുടെ നിലപാട്, സമസ്തയ്ക്കകത്തുള്ള ഭിന്നിപ്പ്. ആ സമസ്തയ്ക്കകത്തുള്ള ഭിന്നിപ്പ് ഒരു കാരണവശാലും മലപ്പുറത്തോ പൊന്നാനിയിലോ റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 മണ്ഡലങ്ങളാണ് ലീഗ് മത്സരിക്കുന്നത്. അവിടെ സമസ്ത ഒരിക്കലും ലീഗിനെ വീക്കൻ ചെയ്യാൻ സാധ്യത കുറവാണ്. എന്നാൽ കോഴിക്കോട് സ്ഥിതി മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ എളമരം കരീമിനെ പോലെ ഒരു വളരെ സീനിയറായ സീസൺഡായ ഇവരുമൊക്കെയായി നല്ല ബന്ധമുള്ളൊരു പൊളിറ്റീഷ്യനെ രംഗത്തിറക്കുമ്പോൾ നോക്കൂ, അവിടെ INL കൂടെയുണ്ട്. അതേപോലെ സമസ്തയിലൊരു വിഭാഗം, കാന്തപുരം വിഭാഗത്തിൻ്റെ പിന്തുണയും വരികയാണെങ്കിൽ 40% മുസ്ലിം വോട്ടുള്ളൊരു മണ്ഡലമാണത്. നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ UCCയുടെ വിഷയത്തിൽ, ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിലാണെങ്കിലും പൗരത്വ പ്രശ്നത്തിനകത്താണെങ്കിലും ഒക്കെ വലിയ പ്രതിരോധം തീർത്ത ഒരു സ്ഥലമെന്ന കോഴിക്കോടിൻ്റെ ഒരു മണ്ണിലാണ് CPM വലിയ പ്രതിരോധം തീർത്തത്, അവർ മുൻകൈ എടുത്തത്. അപ്പം ഞാൻ ഈ കോഴിക്കോട് മണ്ഡലം ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് കാണുന്നു. മലപ്പുറത്ത് അത് വർക്ക് ചെയ്തില്ല എങ്കിലും അത് കണ്ണൂരിലായിരിക്കും കൂടുതൽ ബാധിക്കുക. നോക്കൂ, MV ജയരാജൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾ കുറച്ച് കാണണ്ട. കാരണം MV ജയരാജൻ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രൈവറ്റ് സെക്രട്ടറി ആയി വരുന്നതിന് മുമ്പുള്ള MV ജയരാജൻ എന്ന് പറഞ്ഞാൽ ഒരു മർക്കടമുഷ്ടിയുള്ള ഒരു മാർക്സിസ്റ്റുകാരൻ എന്നുള്ള നിലയിലുള്ള ഇമേജ് പ്രതിച്ഛായയാണ് ഉണ്ടായിരുന്നതെങ്കിൽ MV ജയരാജൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറിയായി എത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഇമേജ് എൻറ്റയർലി മാറി. വേറൊരാളായി MV ജയരാജൻ സ്വയം പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ്. MV ജയരാജനാണ് യഥാർത്ഥത്തിൽ സമസ്തയുടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടാൻ പോകുന്നയാൾ. ഒന്ന്,
കെ സുധാകരൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രതിച്ഛായ എന്ന് ഹിന്ദുത്വ image. പറയുന്നത് ഒരു മൃദു ഹിന്ദുത്വ ഇമേജ്, ഒരു RSSന്റെ സംരക്ഷകൻ എന്നൊരു ഇമേജാണ്. നോക്കൂ, ഇവിടെ കെ സുധാകരൻ കണ്ണൂരിൽ ഇപ്പം ലീഗിൻ്റെ സമ്മർദ്ദമുള്ളതുകൊണ്ടാണ് കെ സുധാകരൻ നേതൃത്വം പറഞ്ഞാൽ മത്സരിക്കുമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലീഗ് വളരെ ഈസി ആയിട്ട് കണ്ണൂർ എന്ന് പറയുന്ന സീറ്റ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് കൺസോൾട്ടേറ്റ് ചെയ്ത് കളയും. അപ്പോൾ ആ കൺസോൾട്ടേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കെ സുധാകരൻ പറയുന്നത്, ഹൈക്കമാൻഡ് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണൂരിൽ മത്സരിക്കേണ്ടി വരുന്നു. അപ്പോൾ അത് ഫ്രീ അല്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി കെ സുധാകരന് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഡൈനാമിക്സിൽ കെ സുധാകരനെ KPC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായി അവർ കാണുന്നത് കണ്ണൂർ ലോക്സഭാ സീറ്റിൽ മത്സരിപ്പിക്കുക, താൽക്കാലികമായി KPC പ്രസിഡന്റ് പദവി വേറെ ആൾക്ക് കൊടുക്കുക, എന്നിട്ട് അയാൾ തുടരുക എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കെ സുധാകരനെ അവിടെ മത്സരിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ വോട്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ആര്, MV ജയരാജൻ എന്ന് വെച്ചാൽ ഉണ്ണി പറയുന്നതിന് ഇവിടെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളൊരു കാര്യം, നമ്മൾ വിചാരിക്കും ഈ സമസ്ത വോട്ടുകൾ മുസ്ലിം കാൻഡിഡേറ്റിന് വേണ്ടി മാത്രമാണ് പോകുന്നത്. അല്ല, മതേതര സ്ഥാനാർത്ഥികൾക്കാണ് മുസ്ലിം വോട്ടുകൾ, പ്രത്യേകിച്ച് സമസ്തയുടെ വോട്ടുകൾ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബ്ലോക്കായി നോക്കിക്കഴിഞ്ഞാൽ കാസർഗോഡ്, കണ്ണൂർ, വടകര, കോഴിക്കോട് ഈ 4 സീറ്റുകളിലും ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ. പക്ഷെ വടകര ഒഴിച്ചു നിർത്തേണ്ടി വരും. എന്താ കാര്യം വടകരയിൽ 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ശൈലജ ടീച്ചർ. നോക്കൂ, അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ട് അത് ജമാഅത്തെ പൊസിഷൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹമാസ് അതായത് ഹമാസ് സ്റ്റേറ്റ്മെന്റ്. സമസ്തയുടെ ഈ ഫണ്ടമെന്റൽ വോട്ടുകൾ എപ്പോഴും പോകുന്നത് മുസ്ലിം സ്ത്രീകൾ തട്ടമിടാത്ത സ്ത്രീകൾക്കെതിരെയാണ്. അല്ലാണ്ട് മുസ്ലിം വനിതകൾക്കെതിരെ അവർ വോട്ട് ചെയ്യില്ല. അല്ല, അവിടെ എന്താ അറിയാ, മുരളീധരന്റെ സ്ട്രോങ് ഹോൾഡ് എന്താ, മുസ്ലിം ലീഗിന് അത്രമേൽ പ്രിയപ്പെട്ട ആളാണ്. മാത്രമല്ല ഇന്നിപ്പോ മുരളീധരൻ വടകരയിൽ- മാധ്യമങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ആദ്യം പറയുന്ന ബൈറ്റ് എന്താണെന്നറിയാം, ആ 3ാമത്തെ സീറ്റ് കൊടുക്കണമെന്നായിരുന്നു. 5 or 6 സീറ്റിന് അർഹരാണെന്നുള്ളത്. അതെ അതെ അതെ, അത് ശരിയാണ്. മുൻ KPC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കെ മുരളീധരൻ ലീഗിനോട് കൺസീഡ് ചെയ്യാം. കാരണം ലീഗില്ലാതെ മുരളീധരന്റെ ഒരു തട്ടകവും ഇല്ല. അപ്പോ വട്ടിയൂർക്കാവ് ഒഴിച്ച് ഹിന്ദു വോട്ട് ബാങ്കാണ്. consolidation. പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും ആ മുരളീധരനെ അല്ല കാണുന്നത്. എങ്ങനെയാണോ രാജ്ഭവനെത്താൻ കുറി വായിക്കുന്നത്, അതുപോലെ വട്ടിയൂർക്കാവിൽ നിന്ന് ഇത്രേ ഉള്ളൂ. വടകരയിലേക്ക് എത്തുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ണി പറഞ്ഞു തന്നെയാണ്. എന്താണ് ഈ സമസ്ത വോട്ടുകൾ, സുന്നി വോട്ടുകൾ, നമ്മളെ സമസ്ത കൂട്ടണ്ട, സുന്നി EK വിഭാഗങ്ങൾ ഏത് നിലയിലേക്ക് ചായുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ഒരു വർഷം നമ്മൾ പിന്നോട്ട് പിടിച്ചാൽ CPM നടത്തുന്ന എല്ലാ പരിപാടികളും കൃത്യമായി ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കാൻ ഉള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് അതങ്ങനെ വന്നാൽ നമുക്ക് ഒരു ഭാഗത്തേക്ക് ഇത്തിരി ഒന്ന് ചായ്വ് പിടിക്കുകയാണെങ്കിലുണ്ടല്ലോ, മലബാർ അങ്ങനെ തന്നെ അടപടലം വീഴും. അവിടെ ഈ ആൻറ്റി ഇൻകുമൻസി വരുന്നില്ല. നോക്കൂ, ഞാനെന്ന് പറയുന്ന ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആശങ്ക എന്താണ്, അടുത്ത ഈ 2024 ലോക്സഭ തന്നെ പിണറായി വിജയൻ അവിടെ വരുന്നില്ല. തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിൽ കോർപ്പറേഷനിൽ എന്ത് ചെയ്തു എന്നുള്ളത് എൻ്റെ മുന്നിൽ വരുന്നില്ല. എൻ്റെ മുന്നിൽ വരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യവും മതേതരത്വമാണ്. അവിടെ മുസ്ലിം വോട്ട് ആർക്ക് അനുകൂലമാകും? അതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മുസ്ലിം വോട്ട് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഒറ്റക്കക്ഷിയാക്കാൻ വേണ്ടിയാണ് കൺസോൾട്ടേറ്റ് ചെയ്ത് പോയത്. എന്ന് വെച്ചാൽ 100% ക്രിസ്ത്യൻ വോട്ടും വന്നു. അതായത് 2019 നരേന്ദ്രമോദി വരരുതെന്നുള്ള അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചത് കോൺഗ്രസിന് അനുകൂലമായിട്ട്. പക്ഷേ ഇത്തവണ ഒരു കാര്യമുണ്ട്, നമ്മുടെ സർവേ പ്രകാരമാണെങ്കിലും അതല്ലാതെയും നോക്കിയാൽ ക്രിസ്ത്യൻ വോട്ടുകൾക്കിടയിൽ, ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡുണ്ട്. അതൊരു ട്രെൻഡുണ്ട്. അവിടെ നോക്കൂ അരുൺ, BJP ഇവിടെ ഒരു ജയിക്കുന്ന ശക്തിയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ 5 പേരിരിക്കുന്നില്ലേ, ഞാൻ വെറുതെ ഒരു റാൻഡമായി പറയാണ്, 5 പേരിരിക്കുന്നില്ലേ, 2 പേര് വോട്ട് ചെയ്യുമായിരിക്കും BJPക്ക്. എന്ന് വെച്ചാൽ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനസ്സിലും, എല്ലാ ഒരു BJPക്കാരനോ അല്ലെങ്കിൽ എല്ലാ മുസ്ലിമിൻ്റെ മനസ്സിലും ഒരു SDPIക്കാരനോ ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടത്തിലൂടെ, വളരെ ധ്രുവീകരണ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നിലവിൽ താങ്ക്സ് ടു K സുരേന്ദ്രൻ്റെ ലീഡർഷിപ്പ് അവർ ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ, ജയിക്കുന്ന ഒരു ബ്ലോക്ക് അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ BJPക്ക് വോട്ട് കുറയുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പ്രഡിക്ഷൻ. അതിലെനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം നമ്മളിപ്പോൾ സർവേ ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. നമുക്കൊരു ഫാക്സിനെ ബേസ് ചെയ്ത് പറയാം. ഇപ്പം നമ്മുടെ കയ്യിലുള്ളൊരു ടൂൾ എന്ന് പറയുന്നത് സർവേയാണ്. സർവേയിൽ 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, നരേന്ദ്രമോദി ഗവൺമെൻറ്റിന് ഈ മതേതരത്വം എന്ന് പറയുന്നൊരു വലിയ പ്രശ്നമുണ്ടെങ്കിൽ പോലും അത് സാധാരണ വോട്ടർക്കിടയിൽ നരേന്ദ്രമോദി ഉണ്ടാക്കിയിരിക്കുന്നൊരു ഇമേജിന് ഒരു അക്സെപ്റ്റൻസ് ഏറിയ പങ്ക് ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി അർബൻ മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ. ആ അർബൻ മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു സ്വീകാര്യത നമ്മുടെ നാട്ടിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, പല ഘട്ടങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്.
അത് എന്താണെന്ന് ചോദിച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ഒരു പ്രതിച്ഛായ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വളർന്നിട്ടുണ്ട്. അല്ല, നരേന്ദ്രമോദിയുടെ പോപ്പുലാരിറ്റിയിൽ കേരളത്തിൽ വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷെ നരേന്ദ്രമോദി അത് വോട്ടായി മാറാനുള്ള സാധ്യത- നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥി ഇവിടെ ജയിക്കില്ല അത് ഒറ്റ കാര്യം ഞാൻ പറയാം. എന്നുള്ളത് ഇപ്പൊ കൊണ്ട് സുരേഷ് ഗോപി അവർ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം 3 കോൺസ്റ്റിറ്റ്യുവൻസി ആണല്ലോ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശ്ശൂർ. ഈ 3 കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഉണ്ടാവുന്ന BJPയുടെ വോട്ട് വളർച്ച നിർണായകമാണ്. ആ വോട്ട് വളർച്ച മതി BJPയുടെ കഴിഞ്ഞ തവണ അവിടെ പെർഫോമൻസിൽ നോക്കൂ, നിന്ന് BJPയുടെ ഒരു വോട്ട് കാരണം 20% എത്തിക്കാൻ. നിങ്ങൾ ഫാക്ട് ഓരോ ലോക്സഭാ മണ്ഡലം നിങ്ങൾ തിരുവനന്തപുരത്ത് ആരെയാണ് നിർത്താൻ പോകുന്നത്? രാജീവ് ചന്ദ്രശേഖരനെ. രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ തവണ കുമ്മനം മത്സരിച്ചതോ അല്ലെങ്കിൽ O രാജഗോപാൽ മത്സരിച്ച വോട്ട് കിട്ടുമോ? ഇല്ല. എഴുതി വെച്ചോളൂ. ഞാൻ നാളെ അത് തെറ്റാണെങ്കിൽ ഞാൻ അന്ന് മാപ്പ് പറയാം. 2, ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ തേരോട്ടം നടത്തുകയായിരുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ. തേരോട്ടം. അതൊരു വെറുമൊരു ശോഭാ സുരേന്ദ്രൻ ആയിരുന്നില്ല, വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ്. അത്രയും വോട്ട് കിട്ടാനുള്ള സാധ്യത വി മുരളീധരൻ ഞാൻ കാണുന്നില്ല. ഞാനതൊരു വെല്ലുവിളിയായി ഞാൻ പറയുന്നില്ല, പക്ഷേ അത്രയും വോട്ട് കിട്ടാൻ സാധ്യത. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് വോട്ട് കൂടാനുള്ള സാധ്യത. പക്ഷേ ആ മണ്ഡലത്തെ അറിയുന്ന, ആ മണ്ഡലത്തിൽ നിന്നുള്ള ആളുകൾ പറയുന്നത് കഴിഞ്ഞ തവണത്തെ വോട്ട് കിട്ടില്ല എന്നുള്ളതാണ്. ഇനി അത് കിട്ടിയാൽ തന്നെയും ഈ പറയുന്ന 15% മുകളിൽ കടക്കാൻ വലിയ പാടാണ്. നോക്കാം, നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കണക്കനുസരിച്ച് BJP ശരാശരി ഒരു 18-19% പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയും. ഇനി 4 മണ്ഡലങ്ങൾ കൂടി നമുക്കുണ്ട്. തൃശ്ശൂർ മണ്ഡലം നമ്മൾ എടുത്തിട്ടില്ല. ആ മണ്ഡലത്തിന് ഇതുവരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കിയാൽ പോലും അതിപ്പോൾ തന്നെ 16-17% എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ ഞെട്ടിച്ചതും ആറ്റിങ്ങൽ മണ്ഡലമാണ്. അതെങ്ങനെയാണ് ഇനി തിരിഞ്ഞു പോകുക എന്ന് എനിക്കറിയില്ല. ഇല്ല, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇപ്പോൾ സാർ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എൻ്റെ വോട്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ്. അവിടെ ഈ വി മുരളീധരൻ ഇപ്പോഴങ്ങോട്ട് സ്ഥാനാർത്ഥിയായി വരുന്നതല്ല. അവിടെ കേന്ദ്രീകരിച്ച്, അതായത് കഴക്കൂട്ടത്ത് തോറ്റതിന് ശേഷം ഈ വി മുരളീധരൻ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തതെല്ലാം ഈ ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസി കേന്ദ്രീകരിച്ച് തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പരിപാടികളിലും വി മുരളീധരൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ലോഞ്ച് ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019. എന്നിട്ടും അവർ വലിയ രീതിയിൽ വോട്ട് പിടിച്ചു. ശബരിമലയുടെ ഒരു അനുകൂല വോട്ടുകൾ കിട്ടിയത് അല്ലെങ്കിൽ കൃത്യമായി പിടിക്കാൻ കഴിഞ്ഞത് K സുരേന്ദ്രനും ഒപ്പം ശോഭാ സുരേന്ദ്രനുമാണ് പത്തനംതിട്ടയിലും ആറ്റിങ്ങലിലും. പക്ഷേ അവിടെയുള്ള വി ജോയിക്ക് കിട്ടേണ്ട വോട്ടുകൾ ഏതാണ്? ഈഴവ വോട്ടുകളാണ്. അവിടെ SNDPയുടേതായാലും അല്ലാത്തതായാലും ഉള്ള വോട്ടുകളുടെ കൺസോളിഡേഷൻ വി ജോയിലേക്ക് പോവില്ല, വി മുരളീധരനിലേക്ക് പോകൂ എന്നുള്ളത് വ്യക്തമാണ്. വി ജോയി പോലും അത് പ്രതീക്ഷിക്കുന്നില്ല. കോട്ടയം വി ജോയി അത് ഞാൻ പറയട്ടെ, വി ജോയി അത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം വർക്കല MLA ആണ് വി ജോയി, ജില്ലാ സെക്രട്ടറിയായി ഇപ്പോൾ വന്നു. പക്ഷേ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ആറ്റിങ്ങലിൽ വി ജോയി അത്ര പോപ്പുലർ അല്ല. അത് അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വി ജോയി പോലും അതിനപ്പുറം പറയില്ല. വി ജോയിയുടെ പോപ്പുലാരിറ്റി അല്ലല്ലോ അവിടെ CPMന്റെ അടിത്തറയാണ്. ഏറ്റവും ശക്തമായ അടിത്തറയുള്ള ഒരു ലോക്സഭാ മണ്ഡലം ആറ്റിങ്ങൽ എന്നിടത്ത് അവിടെ ലഭ്യമായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് വി ജോയ് വരുന്നത്. മറ്റത് വി മുരളീധരൻ്റെ വ്യക്തിപ്രഭാവം ആ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുപക്ഷ വോട്ടുകൾ സ്വാധീനിക്കണം. ഇപ്പോൾ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ സംഭവിച്ചത് എന്താണ്? ഇടതുപക്ഷ വോട്ടുകൾ മൈഗ്രേറ്റ് ചെയ്തു അടൂർ പ്രകാശിലേക്ക്. കാരണം അടൂർ പ്രകാശിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? അവിടെ ശബരിമല എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ സബർബനിൽ ഏറ്റവും വലിയ വിഷയമാവും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് അടൂർ പ്രകാശിലേക്ക് മൈഗ്രേറ്റ്. അവിടെ 2 രീതിയിൽ മൈഗ്രേഷൻ നടന്നു. ഒന്ന് CPMന്റെ വോട്ടുകൾ അടൂർ പ്രകാശിലേക്ക് പോയി. അടൂർ പ്രകാശിന് കിട്ടേണ്ടിയിരുന്ന UDFന്റെ വോട്ടുകൾ പലതും ശോഭാ പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഷിഫ്റ്റ് നടന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനേക്കാൾ കൂടുതൽ കിട്ടാൻ യാതൊരു സാധ്യതയില്ല വി മുരളീധരൻ. അത് നമുക്കത് വോട്ടെണ്ണുമ്പോൾ പറയാം. നമുക്കത് സാധ്യമാവും. നമ്മുടെ പക്ഷേ നോക്കൂ, നമ്മുടെ കേരളത്തിൽ നമ്മളിപ്പോൾ അവിടെ മത്സരം BJPയും ഇടതുപക്ഷവും തമ്മിലല്ല. അവിടെ മത്സരം തീർച്ചയായിട്ടും കോൺഗ്രസും BJPയും തമ്മിൽ. പക്ഷേ ത്രികോണ മത്സരത്തിനുള്ള എല്ലാ സാധ്യതയുമുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്നാണ് എൻ്റെ പക്ഷം. തൃശ്ശൂരും അങ്ങനെ തന്നെയാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന 2 മണ്ഡലമായി നമുക്ക് വളരെ ക്ലീനായി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ആറ്റിങ്ങലും ഒന്ന് തൃശ്ശൂരുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ ശക്തമായ മത്സരമാണ്. കാസർഗോഡ് നിങ്ങൾ നേരത്തെ പറഞ്ഞു രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ കോൺഗ്രസിനേക്കാൾ പിന്തുണ മുസ്ലിം ലീഗിൽ നിന്നാണ്. അവിടെ മുസ്ലിം വോട്ടുകളാണ്. ലീഗിന് പിന്തുണ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പം എങ്ങനെയാണോ മുരളീധരന് മുസ്ലിമിന്റെ പിന്തുണയുണ്ടായത്, മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ടായത്, അവിടെ ഈവൻ SDPI ജമാഅത്തെ പോലെയുള്ള സംഘടനകൾ പോലും വടകര ഭാഗത്ത് മുരളീധരന് ശക്തമായ പിന്തുണയുമായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അത് ശൈലജ ടീച്ചറിന് കിട്ടുമോ? സാധ്യത കുറവാണ്. പ്രത്യേകിച്ച് ഹമാസ് പ്രയോഗം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുപോട്ടെ, അതൊരു വളരെ ഒരു തെറ്റാണ് എന്ന് സംഭവിച്ചാൽ പോലും മറുഭാഗത്ത് മുരളീധരൻ സ്റ്റിൽ പോപ്പുലർ. മുരളീധരൻ അവിടെ വരുന്ന സമയത്ത് എന്താ ഉണ്ടായിരുന്നത്? വടകരയിലെത്തുമ്പോൾ മുരളീധരൻ വടകരയിലേക്ക് എത്തുമ്പോൾ മുരളീധരൻ്റെ കൂടെ പാർട്ടി പ്രവർത്തിച്ച ആൾക്കാർ പറയുന്നത് ഇലക്ഷനിയറിങ്ങിന് ഒന്നുണ്ട് ബൂത്ത് തലത്തിലടക്കം. കഴിഞ്ഞ തവണത്തെ പ്രശ്നം എന്താണ്? KPC പ്രസിഡന്റായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംഘടന ഉണ്ടായിരുന്നു അവിടെ. കഴിഞ്ഞ തവണ വേണമെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ മുല്ലപ്പള്ളിക്ക് ഒരു വിഭാഗമൊന്നുമില്ല. ഇല്ല, അല്ല അങ്ങനെയല്ല. കഴിഞ്ഞ തവണ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPC പ്രസിഡന്റ് ആയതുകൊണ്ട് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എനിക്കിതാ ഇന്നലെ നടന്ന പോലെ ഓർമ്മയുണ്ട്. സാധാരണഗതിയിൽ ഈ കോൺഗ്രസ്സുകാരെന്താ ചെയ്യാന്നറിയോ? കോൺഗ്രസ്സുകാർ ഒരു സ്ഥാനാർത്ഥി നിർണയ സമയമൊക്കെ ആകുമ്പോൾ ഗ്രൂപ്പുകളായി തിരിയും. ഗ്രൂപ്പുകളായി തിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമാവും. ഗ്രൂപ്പിലെ തന്നെ വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടം. കഴിഞ്ഞ തവണ എന്താ സംഭവിച്ചതെന്നറിയോ? കഴിഞ്ഞ തവണ ഗ്രൂപ്പുകൾ അങ്ങ് തീരുമാനിക്കുകയാണ്, ഇത് ഞങ്ങൾ മത്സരിച്ചാൽ ശരിയാവില്ല, ഏക്കാർ മത്സരിക്കട്ടെ, ഐക്കാർ മത്സരിക്കട്ടെ. ഐക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പറയും ഞാനല്ല നല്ല സ്ഥാനാർത്ഥി, ഇന്നയാളാണ് നല്ല സ്ഥാനാർത്ഥി. മുരളീധരനെ വട്ടിയൂർക്കാവുന്ന പിടിച്ചു വലിച്ചു കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പോഴേക്കും ഈ പറയുന്ന മറ്റ് സാഹചര്യങ്ങളും രൂപപ്പെട്ടു. അന്നേരം എന്താ വിചാരിക്കുന്ന മുരളീധരൻ അടക്കമുള്ളവരെന്നറിയോ? അതെ, നമുക്ക് ഊഹിക്കാവുന്ന അനുമാനിക്കാവുന്ന ഒരു കാര്യം. നായർ പിന്നെ ഇതിനകത്ത് കേന്ദ്രമന്ത്രിയാകാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പലരെയും ഇപ്പം എന്തിനാ നമ്മുടെ ആറ്റിങ്ങലിലെ അടൂർ പ്രകാശ് പോയി ഇവിടുന്ന് നിയമസഭാ സീറ്റ് വിട്ട് അവിടെ പോയി മത്സരിക്കാനുള്ള കാരണം ഈഴവനെ കേന്ദ്രമന്ത്രിയാവാണെന്നുള്ളതല്ല. അപ്പോൾ വളരെ കൃത്യമായ രീതിയിലുള്ളൊരു പദ്ധതിയായിരുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ ലോക്സഭ. അത് വളരെ ഇൻടാക്റ്റ് ആയിരുന്നു. UDFന്റെ ഒരു വോട്ട് പോലും UDF നിന്ന് പുറത്തു പോയിട്ടില്ല. ആ സാഹചര്യം ഒന്നും ഇന്നില്ല കേട്ടോ. പക്ഷേ ഇത്തവണ സുരേഷ് ഗോപിയുടെ കാര്യം പറഞ്ഞല്ലോ. സുരേഷ് ഗോപി ജയിച്ചാൽ ക്യാബിനറ്റ് പദവിയുള്ള കേന്ദ്രമന്ത്രിയാണ്. അതിലും വലിയ ഒരു ഉറപ്പ് തൃശ്ശൂരിന് കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ ഒരു ഉറപ്പ് തൃശ്ശൂരിന് മുന്നിലേക്ക് വരുമ്പോൾ അതാണ് പ്രതാപനെ അലട്ടുന്ന ഘടകം. അതാണ് മറുഭാഗത്ത് മറ്റു ഘടകങ്ങൾ. VS സുനിൽകുമാർ കൂടി വരുമ്പോൾ പ്രതാപന്റെ ചാൻസ് കുറയുകയാണ്. അവിടെയുണ്ട്. പക്ഷേ VS സുനിൽകുമാർ വെരി പോപ്പുലർ ആണ്, വെരി പോപ്പുലർ, വെരി സ്ട്രോങ് ആണ്. അപ്പോൾ പ്രതാപന്റെ ചാൻസ് എങ്ങനെയാണ് അവിടെ കോൺഗ്രസിന് ഉറപ്പിക്കാൻ കഴിയും? അതെ, എന്തായാലും ഒരു ത്രികോണ മത്സരം അവിടെ നടക്കും. അത് ശക്തമായ മത്സരം. അതിൽ VS സുനിൽകുമാർ നേട്ടം കൊയ്യുമോ? നമ്മുടെ സർവേകളിൽ തെളിയുന്ന മറ്റൊരു ചിത്രമുണ്ടല്ലോ. സുരേഷ് ഗോപി ആദ്യത്തെ 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും മിക്ക മണ്ഡലങ്ങളിലും ഉണ്ട്. അത് പക്ഷേ BJPയുടെ മറ്റു നേതാക്കളെ പിന്തള്ളിയാന്നേ പറയാൻ പറ്റുള്ളൂ. അല്ല, ആ വോട്ട് ബാങ്കിനുള്ളിലാണ്. അതാണ് ആ വോട്ട് ബാങ്കിനുള്ളിൽ. പക്ഷെ മോദി അങ്ങനെയല്ല. മോദി അതിന് പുറത്താ. മോദി BJPക്ക് കിട്ടാവുന്ന വോട്ടുകൾക്ക് പുറത്തൊരു പ്രതിച്ഛായ ഉണ്ടാക്കുന്നുണ്ട്. സുരേഷ് ഗോപി സുരേഷ് ഗോപിയാണ് ആ BJP വോട്ട് ബാങ്കിൽ സുരേഷ് ഗോപിയാണ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ അത് കേരളത്തിന്റെ ചോയ്സോ ഡോക്ടർ അരുൺ, ഞാൻ പറഞ്ഞത് BJPയുടെ പോൾ പ്രോമിസോ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നേരത്തെ അടൂർ പ്രകാശിന്റെ കാര്യത്തിലായാലും K മുരളീധരന്റെ കാര്യത്തിലായാലും ഇതായിരുന്നു അന്നത്തെ ക്യാമ്പയിൻ. കാരണം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു, ഈ 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് അവർ തന്നെ മുന്നോട്ട് വെച്ചൊരു. അതുപോലെ തന്നെ ഇവിടെ അവർ പറയുന്ന ഒരേ ഒരാൾക്കേ പറയുന്നുള്ളൂ. അപ്പം മുരളീധരൻ പറയുന്നില്ലേ? അല്ല, സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണ് ഇപ്പോൾ വാഗ്ദാനം കാണുന്നത്. അപ്പോൾ അതൊക്കെ ആ പാർട്ടിയല്ലേ വി മുരളീധരൻ ജയിക്കുകയും ചെയ്താൽ വി മുരളീധരൻ ആവില്ല. ആര് ജയിച്ചാലും ക്യാബിനറ്റ് അല്ലേ? എന്തായാലും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവും. അതെ, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകും. ഇന്ത്യ മുന്നണിയിൽ 2 സംസ്ഥാനങ്ങളിലെ സീറ്റ് ധാരണയായി. ഉത്തർപ്രദേശിലും വളരെ സുഗമമായി പോയി 17 സീറ്റ്. അതുപോലെ തന്നെ ഡൽഹിയിൽ അതിനുള്ള സാധ്യതകൾ ഉരുത്തിരിഞ്ഞു വരുന്നു. വാരണസിയിൽ ആരാന്നറിയോ? മോഡിക്കെതിരെ വാരണസിയിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ കാര്യമില്ല. അല്ല, എന്ത് കാര്യമില്ല? വാരണാസിയിലെ എന്താ വോട്ട് ഷെയർ? വാരണസിയിൽ ഫൈറ്റ് കൊടുക്കണ്ടേ? ഫൈറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഞാൻ നോക്കുന്ന 2 സീറ്റുകൾ അമേഠിയാണ് ഞാൻ നോക്കുന്നത്. അമേഠി റായ്ബറേലിയിൽ റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കും, ജയിക്കും. അമേഠിയിലോ? അമേഠിയിലെ സ്മൃതി ഇറാനി ജയിക്കുന്നു ഉറപ്പിച്ചു പറയാറായിട്ടില്ല. കാരണം അവിടെയൊക്കെ വലിയ ആന്റി ഇൻകംബൻസി. ഈ രാഹുൽ ഗാന്ധി മത്സരിച്ച സ്ഥലത്ത് അല്ല, രാഹുൽ ഗാന്ധി അവിടെ ഉത്തർപ്രദേശിലൊക്കെ എങ്ങനെയാണോ ലോക്സഭാ സീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ നിലയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി. ഇനി അവിടെ റായ്ബറേലിയും അമേഠി എടുക്കുക, ബാക്കിയുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ എടുക്കുക, എത്രയോ ഭേദമായിരിക്കും റായ്ബറേലിയും അമേഠിയിൽ അഡോപ്റ്റ് ചെയ്ത് അത് കുറച്ചുകൂടി ഭേദപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത്തവണ രാഹുലിന് നല്ല ഫൈറ്റ് കൊടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമേഠിയിൽ രാഹുൽ മത്സരിക്കണമല്ലോ. രാഹുൽ പിന്നെ വയനാട്ടിൽ മാത്രം മത്സരിക്കാനോ? പിന്നെ രാഹുൽ ഗാന്ധി പോയി മരിച്ചാ പോരെ? ഒരു ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലോ മത്സരിക്കാതെയോ? ഞാൻ ആദ്യം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ സാധ്യതയില്ല എന്ന്. കാരണം അത് പൊളിറ്റിക്കൽ നോൺസെൻസ് ആയിരിക്കും. ഇപ്പോഴും ഞാൻ പറയുന്നു രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന്. പക്ഷേ വടക്കേ ഇന്ത്യയിലെ ഒരു സെറ്റിൽ രാഹുൽ ഗാന്ധി മൽസരിക്കും. കന്യാകുമാരി വന്ന് മത്സരിക്ക്, അല്ലെങ്കിൽ കർണാടകത്തിൽ വന്ന് മത്സരിക്ക്. രണ്ടിടത്ത് മത്സരിക്കാം. ഞാൻ പറയുന്നത് രാഹുൽ ഗാന്ധി മാത്രമല്ല, സോണിയാഗാന്ധി മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ അവർക്ക് തെലങ്കാനയിൽ നല്ല സീറ്റ് ഉണ്ട്. അപ്പോൾ തെലങ്കാനയിൽ കുറച്ചുകൂടി ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കും. കർണാടകത്തിൽ വന്ന്
നിന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കട്ടെ, അവിടെയും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊക്കെ ചെയ്യണം. അല്ല വീണ്ടും ഈ കുടുംബവാഴ്ച എന്ന് പറയുന്ന സാധനത്തിലേക്ക് അല്ല ആയിക്കോട്ടെ, ഇത് കോൺഗ്രസ് അത് നിഷേധിക്കുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ഈ കുടുംബമാണ്. ഇപ്പം പാണക്കാട് തങ്ങളുടെ കുടുംബമാണ്, ഞങ്ങളുടെ കുടുംബം ലീഗ് പറയുന്നു. ഇത് നിങ്ങൾക്ക് എന്താ അപ്പുറത്തേക്ക് എടുത്തുകൊണ്ടതൊക്കെ കുടുംബങ്ങളെ തന്നെയാണ്. അല്ല അവരെ കുടുംബങ്ങൾ എന്ന് ഇതിനകത്ത് നമ്മുടെ ഈ കാണാതെ പറഞ്ഞാൽ സ്പോൺസർ ചെയ്യുക അത്രേ ഉള്ളൂ. ഈ 2014 മുതൽ 2019 വരെ അമേഠിയിൽ RSS നടപ്പാക്കിയ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെയും കാണാതെയും പോരുത്. ഈ സ്മൃതി ഇറാനിയുടെ പോപ്പുലാരിറ്റി കൊണ്ടോ സ്മൃതി ഇറാനിയുടെ ഒരു മഹത്വം കൊണ്ടോ അല്ല അവിടെ ജയിക്കുന്നത്. ഒരു വീട്ടിൻ്റെ 2 RSS പ്രവർത്തകരാണ്. ഒരു വീടിന് കോൺഗ്രസ് MP ആയിരുന്ന രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലാണ്. പക്ഷേ സാർ, അങ്ങേയറ്റം ദയനീയമായിരുന്നു അവിടുത്തെ അവസ്ഥ. 2014 ആ പ്രോജക്റ്റ് ഇല്ല. 2019 വരുമ്പം ഈ പറയുന്ന നെഹ്റു ഫാമിലിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളതാണല്ലോ. നെഹ്റു മുതൽ ഇങ്ങോട്ടേക്ക് ഇല്ലാതാക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ RSS നടത്തിയ വലിയ ഒരു ശ്രമമുണ്ട്. അവിടെ ഗ്യാസ് ഇല്ലാത്തവർക്ക് ഗ്യാസ് കൊണ്ട് കൊടുക്കും, പിന്നെ വൈദ്യുതി ഇല്ലാത്തവർക്ക് വൈദ്യുതി എത്തിക്കും. ഈ രീതിയിലുള്ള ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി. അവിടെ പോയിട്ട് സുഗമമായി സ്മൃതി ഇറാനി അങ്ങ് മത്സരിച്ച് ജയിക്കുക മാത്രമേ ചെയ്തു. പക്ഷേ സ്മൃതി ഇറാനിക്ക് കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, ഇത്തവണ ആ ഇമേജ് ഇല്ല. നമുക്ക് എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് എത്താം. സീറ്റ് കൂട്ടുമോ സ്ക്വാഡ് എന്നതായിരുന്നു ചോദ്യം. യെസ് എന്ന് 5, നോ എന്ന് 0. Meet the editors.